ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. ദയതോന്നി എന്നെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടും ഞാൻ. ദയതോന്നി എന്നെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. I greet you all in the name of our Lord and Savior Jesus Christ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. I'm very happy to be with you all. നിങ്ങളോടെല്ലാവരോടും ഒപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ The only സന്തോഷിക്കുന്നു. thing I'm not able to talk Malayalam. എനിക്ക് മലയാളം അറിഞ്ഞുകൂടുന്നുള്ള ഒരു കുറവ് മാത്രമേ But ഉള്ളൂ. early morning God says, out of every kindred, tribe and nation, He has selected us all to be His kings and priests. എന്നാൽ നാം സകല ജാതികളിൽ നിന്നും സകല ഭാഷക്കാരിൽ നിന്നുള്ള ഒരു ദൈവം തന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് So സ്തോത്രം let's say hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. We are all children of one Father. നമ്മളെല്ലാം ഒരേ പിതാവിന്റെ മക്കളാണ്. So don't worry when I'm speaking English, I'm Tamil Nadu, Chennai. We are all one family. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. നമ്മളെല്ലാം ഒരേ കുടുംബത്തിന്റെ അംഗങ്ങൾ So let മാത്രമാണ്. us say hallelujah. എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ പറയാം. Everybody, please at the back എല്ലാവരും also. ചേർന്ന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah, hallelujah. Before I start the message, I'll give my testimony in a short, crisp way. ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പേ എൻ്റെ സാക്ഷ്യം ഞാൻ ചുരുക്കമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
I was born again when I was 11 years old ഞാൻ എന്റെ 11ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി and സ്വീകരിച്ചു. baptized in water. ഞാൻ അതിനുശേഷം കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. But because I come from a brethren background, I didn't know about the Holy Spirit and speaking in tongues. എന്നാൽ ഞാനൊരു ബ്രദറൻ പാരമ്പര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചോ അന്യഭാഷകളെ കുറിച്ചോ എനിക്ക് അറിവുണ്ടായിരുന്നില്ല. But in 1969, എന്നാൽ the 1969 Lord opened our eyes ദൈവം എന്റെ കണ്ണുകളെ തുറക്കുവാനിടയായി. and our family was filled with the Holy Spirit. ഞങ്ങളുടെ കുടുംബം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. And from then till today, we pray in the Spirit and we go to a Pentecostal church. അതിനുശേഷം ഇന്ന് വരെയും ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ഒരു പെന്തക്കോസ്റ്റ് കൂടിവരവിൽ കടന്നു പോവുകയും ചെയ്യുന്നു. I was working in State Bank of India. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. And in 1974, 1974 the Lord urged me to resign my job ദൈവം എന്നെ എന്റെ ജോലി ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നു. My husband is sitting there. He worked in ICF. എന്റെ ഭർത്താവ് എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം ICF-ൽ ജോലി ചെയ്യുന്നു. God blessed us with 3 boys. ദൈവം ഞങ്ങൾക്ക് 3 ആൺമക്കളെ ദാനമായി നൽകി തന്നു. And with his permission, I resigned my job. അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചു. And I thank God very much for making me obey him. ദൈവം എന്നെ തന്നെ അനുസരിപ്പാൻ തക്കവണ്ണം പ്രാപ്തയാക്കിയത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Because many people were very angry that I resigned my job. എന്നാൽ പലരും മറ്റ് അനേക വ്യക്തികളും ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച നിമിത്തം എന്നോട് വളരെ ക്രോധമുള്ളവരായി തീർന്നു. But I have never felt sorry for it. എന്നാൽ ഇന്നുവരെയും എനിക്ക് അത് ഓർത്ത് പശ്ചാത്തപിക്കുവാൻ തക്കവണ്ണം ഇട വന്നിട്ടില്ല. I am very happy in the Lord because he chose me from the foundation of the world. ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോക സ്ഥാപനം മുതൽ അവൻ എന്നെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. And the Lord led me to teach the Bible and to do counseling. ദൈവം എന്നെ കൗൺസിലിംഗ് ചെയ്യുവാനും വചനം പഠിപ്പിക്കുവാനും തക്കവണ്ണം പ്രാപ്തയാക്കി തീർത്തു. So I'm basically a Bible teacher. ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു വേദ അധ്യാപികയാണ്. I'll ask you some questions. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. You all must answer. നിങ്ങൾ അതിന് ഉത്തരം നൽകി തരണം. I brought small gifts if you answer. നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ചെറിയ സമ്മാനങ്ങൾ നൽകി If തരും. anybody starts sleeping, please wake them up. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരെ ഉണർത്തിക്കൊള്ളണം. This is your help. നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. Because for 41 years I'm doing ministry. കഴിഞ്ഞ 41 വർഷമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. When I start teaching the word, many people will sleep. ഞാൻ വചനം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പലരും ഉറങ്ങുന്നത് കാണാം. That is not tired. അത് ക്ഷീണം കൊണ്ടല്ല. It is the devil doesn't want you to hear God's word. അത് ശത്രു നിങ്ങളെ വചനം കേൾക്കുവാൻ തക്കവണ്ണം തടയുന്നതാണ്. After the meeting you will get up and go. എന്നാൽ ആ യോഗം കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. You won't continue sleeping here. ആരും ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുന്ന് ഉറങ്ങുകയില്ല. And if tea or biscuit comes, everybody will awake. ചായയോ ബിസ്ക്കറ്റോ വരികയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും എഴുന്നേൽക്കും. Nobody will be sleeping. ആരും അന്നേരം ഉറങ്ങത്തില്ല. Because we want tea and biscuit. കാരണം നമുക്കെല്ലാം ചായയും ബിസ്ക്കറ്റും വളരെ ആവശ്യമാണ്. So I want you all to stand up for a moment. ഞാൻ നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. Because let us stand. നമുക്കെല്ലാം ഒരു നിമിഷം എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ്. You should not sleep today. നിങ്ങൾ ആരും ഇന്ന് ഉറങ്ങരുത്. You won't sleep. നിങ്ങൾ ഉറങ്ങുകയില്ല. Because I'm going to give you a very interesting way to understand what the word can do in your life. ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ളതിനെ വളരെ നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുവാനായി പോവുകയാണ്. Shall we all say hallelujah? എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി hallelujah. I left my work in State Bank. ഞാൻ സ്റ്റേറ്റ് ബാങ്കിലുള്ള എന്റെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം The Bible says in Isaiah 43:2, വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 43:2 പറയുന്നത് പോലെ, you will go through water, നിങ്ങൾ വെള്ളത്തിൽ കൂടി കടന്നു you പോകും. will go through river, നിങ്ങൾ നദിയിൽ കൂടി കടന്നു പോകും. you go through fire, നിങ്ങൾ തീയിൽ കൂടി കടന്നു പോകും. and fiery furnace, നിങ്ങൾ അഗ്നി ജ്വാലകളിൽ കൂടി കടന്നു പോകും. but we will not be burnt. പക്ഷേ നമ്മൾ വെന്തു പോവുകയില്ല. So all of us will have trials in our life. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പരിശോധനകളുണ്ട്. After we become believers, it doesn't mean we are going to fly up like that. നമ്മൾ ഒരിക്കലും വിശ്വാസികളായതിനു ശേഷം പറന്നു നടക്കുന്ന ഒരു അനുഭവത്തിലല്ല ജീവിക്കുന്നത്. So I can say the Lord took me through all these situations. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നെ സകല സാഹചര്യങ്ങളിലൂടെ നടത്തി.
And 1 year ago, our house had a big fire accident. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു. But I want to thank God that Psalm 119:92 is my testimony. എന്നാൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 192 എന്റെ സാക്ഷ്യമായി തീർന്നത് കൊണ്ടാണ്. I want you all to open it. എല്ലാവരും അതൊന്ന് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Understand one thing, whatever you may go through, if the word of God is your delight, you will always be the winner. Psalms 119:92. സങ്കീർത്തനം 119:92 അതിന്റെ സാക്ഷ്യമായി തീർന്നത് കൊണ്ടാണ്. അതെല്ലാവരും എടുത്ത് ഒന്ന് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Yes, read it. സങ്കീർത്തനം 119:92 വായിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. You all read it, please. എല്ലാവരും ഒന്ന് വായിക്കണമേ. Read it. എല്ലാവരും ഒന്ന് വായിക്കണമേ. Loudly. എല്ലാവരും വളരെ ഉച്ചത്തിൽ വായിക്കണം. This is the sum and substance of my testimony. ഇതാണ് എന്റെ സാക്ഷ്യത്തിന്റെ ചുരുക്കം. So I always will say, if the word is your delight and your important thing in your life, you will come through any situation because the victory is always ours. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനം നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ പ്രമോദവുമായിരിക്കുന്നെങ്കിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് വിജയാളികളായി തീരുവാനായി സാധിക്കും. Today all of us are in families. ഇന്ന് നമ്മൾ എല്ലാവരും കുടുംബത്തിൽ വസിക്കുന്നവരാണ്. And all of us have different problems. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങളുമുണ്ട്. But I want to teach you very shortly a very important truth that I learned. എന്നാൽ ഞാൻ വളരെ സ്നേഹിച്ച ഏറ്റവും അനുഗ്രഹീതമായ ഒരു സത്യം നിങ്ങളോട് ചുരുക്കമായി പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Now what is this? ഇതെന്താണ്? What is this? Loudly say. ഇതെന്താണ്? Can you see? Shell. Mango shell. Mango shell. Seed. Mango seed. Say mango seed. Mango seed. മാങ്ങാണ്ടി. Say loudly. Seriously, mango seed. Mango seed. Mango seed. How many mangoes are inside? ഇതിന്റെ അകത്ത് എത്ര മാങ്ങയുണ്ട്? If I may plant it and the tree grows, how many mangoes will I get out of this one mango? ഇത് ഞാൻ കുഴിച്ചു വെച്ച് ഒരു മാവ് വളർന്നാൽ ഈ ഒരൊറ്റ മാങ്ങയുടെ വിത്തിൽ നിന്ന് എത്ര മാങ്ങകൾ എനിക്ക് ലഭിക്കും? No number. അതിനൊരു എണ്ണവുമില്ല. God's word says, ദൈവവചനം ഇങ്ങനെ പറയുന്നു, is a seed. ഇതൊരു വിത്താണ്. Hallelujah. Hallelujah. God's word is a seed. ഇതൊരു വിത്താണ്. There are hundreds of seeds. ദൈവവചനം ഒരു വിത്താണ്. അതിൽ അനേക വിത്തുകളുണ്ട്. If I want a mango tree, I must plant only a mango seed. എനിക്ക് ഒരു മാവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ വിത്തേ എനിക്ക് പാകുവാൻ സാധിക്കുകയുള്ളൂ. If I want a jackfruit, I must plant only a jackfruit seed. എനിക്കൊരു പ്ലാവ് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അതിന് ഉതകുന്ന ഒരു വിത്തെ എനിക്ക് അതിൽ ഒരു ചക്കക്കുരു എനിക്ക് കുഴിച്ചിടാൻ പറ്റത്തുള്ളൂ. I won't plant this seed and say, Lord, I want jackfruit. ഒരിക്കലും ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് ദൈവമേ എനിക്കൊരു പ്ലാവ് നൽകി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. You have to be very specific. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ തികച്ചും പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. Each problem has a seed. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും വചനത്തിൽ ഒരു വിത്തുണ്ട്. But that seed you should know first. നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ആ വിത്ത് ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. And when I want to sow the seed, I won't just go and throw it there. എനിക്കൊരു വിത്ത് കുഴിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വെറുതെ കൊണ്ട് ഞാൻ എറിഞ്ഞു കളയുകയില്ല. What will I do? ഞാൻ എന്താണ് ചെയ്യുന്നത്? I will select a good place. ഞാൻ ആദ്യമേ ഒരു നല്ല സ്ഥലം കണ്ടെത്തും. And I will dig it. ഞാൻ അവിടെ അത് കുഴിക്കും അവിടെ.
Take off all the stones. ഞാൻ അവിടെ നിന്ന് എല്ലാ കല്ലും പറക്കിക്കളയും. Make the soil good. ആ മണ്ണ് വൃത്തിയുള്ളതാക്കി തീർക്കും. Then sow the seed. അതിനുശേഷം ഈ വിത്ത് അവിടെ പാകും. And pour some water. അതിനുള്ളിലേക്ക് വെള്ളം പകരും. And wait patiently for this to grow. എന്നിട്ട് സഹിഷ്ണുതയോടെ ഇത് വളരുവോളം കാത്തിരിക്കും. It won't grow tomorrow and give you mangoes. ഇത് നാളെ വളർന്നിട്ട് എനിക്ക് ഒരിക്കലും ഇത് മാങ്ങ നൽകി തരികയില്ല. What we ladies like is very fast everything. നമ്മൾ സഹോദരിമാർ ആഗ്രഹിക്കുന്നതെല്ലാം പെട്ടെന്ന് ലഭിക്കണമെന്നാണ്. January 1st God gives a promise, it should come January 2nd. ദൈവം ജനുവരി 1-ാം തീയതി ഒരു വാഗ്ദത്തം നൽകി തന്നു. ജനുവരി 2-ാം തീയതി ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. February it should be there. അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അത് നമുക്ക് ലഭിക്കണം. If it doesn't come, അത് വന്നില്ല എങ്കിൽ what is the use of this seed? ഈ വിത്തിന്റെ പ്രയോജനം എന്നാന്ന് നമ്മൾ ചിന്തിക്കും. Never give up. ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. Once you sow this in the good soil, ഇത് ഒരിക്കൽ നിങ്ങൾ നല്ല മണ്ണിൽ വിതച്ചു കഴിഞ്ഞാൽ you have to wait. നിങ്ങൾ അതിനായി കാത്തിരിക്കണം. I did a little work on this. ഞാൻ ഇതിലൊരു പരിശ്രമം ചെയ്തു. I put this into a pot in my house. ഞാൻ എന്റെ വീട്ടിൽ ഒരു കുടത്തിന്റെ അകത്തേക്ക് ഇത് നിക്ഷേപിച്ചു. Next day I went to see. ഞാൻ പിറ്റേ ദിവസം പോയി നോക്കി. Nothing. ഒന്നും കണ്ടില്ല. The next day. പിറ്റേ ദിവസം പോയി. Nothing. ഒന്നും കണ്ടില്ല. I sprinkled water. ഞാൻ അതിന്റെ ഉള്ളിൽ അതിന് പുറത്തേക്ക് വെള്ളം തളിച്ചു. Lord, I want this to grow. കർത്താവേ, എനിക്കിത് വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Third day. മൂന്നാമത് പോയി. ഒന്നും കണ്ടില്ല. Water. വെള്ളം വീണ്ടും കൊടുത്തു. Fourth day, nothing. 4-ാം ദിവസവും പോയി. ഒന്നും കണ്ടില്ല. Why did I go every day? എന്തിനാണ് ഞാൻ ദിവസവും അവിടെ പോയത്? Because I had put a seed inside. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവിടെ ഒരു വിത്ത് പാകിയിട്ടുണ്ട്. I know I have planted a seed. എനിക്കറിയാം ഞാൻ അവിടെ ഒരു വിത്ത് പാകിയിട്ടുണ്ടെന്ന്. And I know it is going to grow. എനിക്കറിയാം അത് വളരുവാനായി പോവുകയാണെന്ന്. But I have to wait. എന്നാൽ ഞാൻ കാത്തിരിക്കണം. But for us ladies, learn a big lesson. God's word will never return void. സഹോദരിമാർ അറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. Hallelujah. ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെ മടങ്ങി It പോവുകയില്ല. will never return void. ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെ മടങ്ങി Tell പോവുകയില്ല. each other, tell the next person, God's word will never return void. നിങ്ങളുടെ സമീപം ഇരിക്കുന്നവരോട് പറയുക, ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെ മടങ്ങി Let us പോവുകയില്ല. smile panni, just smile and tell them. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിട്ട് പറയുക, ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെ മടങ്ങി പോവുകയില്ല. This is not a sad news. ഇതൊരിക്കലും ഒരു ദുഃഖത്തിന്റെ സന്ദേശമല്ല. Have a happy face. വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. Why? വളരെ സന്തോഷത്തോടെ ആയിരിക്കാം. God's word is settled forever. ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. Whether you believe it or I believe it, it is settled forever. ഞാനും നിങ്ങളും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. Whether you like it or I like it, it is settled forever. ഞാനും നിങ്ങളും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവവചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. God's word is God's word. ദൈവത്തിന്റെ വചനം തന്നെയാണ്. And Numbers 23:19 says he's not a man to lie. സംഖ്യാപുസ്തകം 23:19 ഇങ്ങനെ പറയുന്നു, അവൻ ഭോഷ്ക് പറയുവാൻ ഒരു He is മനുഷ്യനല്ല. not a man to lie. അവൻ ഭോഷ്ക് പറയുവാൻ ഒരു മനുഷ്യനല്ല. Can we all speak lies? നമുക്കെല്ലാവർക്കും ഭോഷ്ക് പറയുവാൻ, കള്ളം പറയുവാൻ അറിയാമോ? Can we all speak lies? Can we do it? നമുക്ക് കള്ളം പറയാൻ പറ്റുമോ? I'm not saying you're speaking. I'm asking, can we speak lies? നിങ്ങൾ കള്ളം പറയുന്നവരാണെന്ന് പറയുന്നില്ല. നമുക്ക് പറയാൻ പറ്റുമോ? We all can speak lies. നമുക്കെല്ലാം കള്ളം പറയാൻ പറ്റും. We don't do it. പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. Sometimes we do it. എന്നാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യും. Am I right? ശരിയല്ലേ? Sometimes we do it. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യും. Small lie, not big one. ചെറിയ കള്ളങ്ങൾ നാം പറയും. Small one. വളരെ ചെറിയ കള്ളങ്ങൾ. But എന്നാൽ this God, ഈ വചനം, he cannot speak lies. ഈ വചനത്തിന് വ്യാജം പറയുവാൻ പറ്റില്ല. Hallelujah. ഹല്ലേലൂയ. Put your Bible up and thank God for the Bible. ദൈവവചനം നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് നൽകിയ വചനത്തിനായി നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. You have the best book in your hand. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ കൈവശമുണ്ട്. Heaven and earth is going to pass away. ഈ ആകാശവും ഈ ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം But വരും. God's word will be forever. എന്നാൽ തിരുവചനം എന്നേക്കും നിലനിൽക്കും. Hallelujah. ഹല്ലേലൂയ. Heaven and earth shall pass away. ആകാശവും ഭൂമിയും ഒരിക്കൽ ഒഴിഞ്ഞു പോകും. Heaven and earth shall pass away. ആകാശവും ഭൂമിയും ഒരിക്കൽ Not മാറിപ്പോകും. a word, not a jot can change. എന്നാൽ ഇതിലെ ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. Therefore, അതുകൊണ്ട് this 2013, ഈ 2013 make
this Bible the most important thing in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് ഈ തിരുവചനത്തെ നമുക്ക് മാറ്റിയെടുക്കാം. But I'm not saying don't pray, don't sing, don't praise. No, no, no. Be a balanced Christian. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, ഒരിക്കലും സ്തുതിക്കരുത്, ഒരിക്കലും ആരാധിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. സന്തുലിത അവസ്ഥയുള്ള ഒരു ക്രിസ്ത്യാനിയായി തീരണം. We need it all. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. We ladies like to pray. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. 2 hours. എല്ലാവരും 2 മണിക്കൂറോളം പ്രാർത്ഥിക്കും. Night prayer. എല്ലാ രാത്രി യോഗങ്ങൾക്കും പ്രാർത്ഥിക്കും. Have you read the Bible for 2 hours? എന്നാൽ നിങ്ങൾ 2 മണിക്കൂർ ദൈവവചനം വായിച്ചിട്ടുണ്ടോ? Have you read the Bible the whole night? നിങ്ങൾ ഒരു രാത്രി മുഴുവനും ദൈവവചനം വായിച്ചിട്ടുണ്ടോ? Oh, when I start reading, I'm getting sleep, sister. എന്നാൽ നമ്മളുടെ പരാതി എങ്ങനെയാണ്, വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. The devil doesn't like this. ദൈവവചനത്തെ ഒരിക്കലും സാത്താൻ ഇഷ്ടപ്പെടുകയില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? In Jesus' life, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ Matthew 4, 3 times he came and tempted Jesus. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ മത്തായി സുവിശേഷം 4 കാണുന്നത് പോലെ 3 പ്രാവശ്യം സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. He will definitely tempt you and me. അവൻ യേശുവിനെ പരീക്ഷിച്ചെങ്കിൽ നിശ്ചയമായിട്ടും എന്നെയും നിങ്ങളെയും പരീക്ഷിക്കും. If he tempted Jesus, then why won't he tempt you and me? യേശുവിനെ അവൻ പരീക്ഷിച്ചെങ്കിൽ എന്തുകൊണ്ട് അവൻ നമ്മളെ പരീക്ഷിക്കത്തില്ല? What did Jesus do? എന്നാൽ യേശു എന്താണ് ചെയ്തത്? Let me answer. What did Jesus do? യേശു എന്തു ചെയ്തു? Did he start praying stotram 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 stotram? യേശു അന്നേരം സ്തോത്രം 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നോ? Did he do that? യേശു അങ്ങനെ ചെയ്തോ? Did he pray? യേശു അന്നേരം പ്രാർത്ഥിച്ചു. What did he say? യേശു അന്നേരം എന്തു പറഞ്ഞു? It is written. ഇങ്ങനെ എഴുതി ഇരിക്കുന്നു. It is written. ഇങ്ങനെ എഴുതി ഇരിക്കുന്നു. He said, Jesus, you're very hungry. യേശുവിന്റെ അടുത്ത് സാത്താൻ പറഞ്ഞു, നീ വളരെ വിശപ്പുള്ളവനാണല്ലോ. 40 days you didn't eat. 40 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. All these stones make it into bread and start eating. ഇവിടെ കിടക്കുന്നത് മുഴുവനും കല്ലല്ലേ, എല്ലാം അപ്പമാക്കി തീർത്ത് ഭക്ഷിച്ചോ? What did Jesus say? യേശു എന്ത് പറഞ്ഞു? It is written. അങ്ങനെ എഴുതിയിരിക്കുന്നു. Man shall not live by bread alone. മനുഷ്യൻ ഒരിക്കലും അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, but by every word that proceeds from the mouth of God. പക്ഷേ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് അവൻ ജീവിക്കുന്നു. Hallelujah. Hallelujah. 3 times he said it is written. 3 പ്രാവശ്യം യേശു പറഞ്ഞു ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Unless you have it in the heart, it won't come in the mouth. നിങ്ങളുടെ ഉള്ളിൽ ഇതില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വായിൽ ഇത് വരികയില്ല. Now I have water in this tumbler. എന്റെ കൈവശം ഇരിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. I can't pour payasam. I won't make it payasam. Come for payasam. എനിക്കിത് ഒരിക്കലും പായസമാക്കാൻ പറ്റുകയില്ല. You like payasam? നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമാണോ? What's inside? ഇതിന്റെ അതെന്നാ? വെള്ളം. What is inside will come out. ഇതിന്റെ അകത്ത് വെള്ളം ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമേ വരികയുള്ളൂ, അകത്തിരിക്കുന്നതേ പുറത്ത് വരികയുള്ളൂ. 2013 is going to be a very important principle in all of our lives. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു തത്വമായി തീരുവാൻ പോകുകയാണ്. I told you there's no problem with the seed, right? ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ വിത്തിന് ഒരു പ്രശ്നവുമില്ല. No problem with the Bible. ദൈവവചനത്തിനും ഒരു പ്രശ്നവുമില്ല. God said it. ദൈവം അരുളി ചെയ്തു. He will definitely do it. ദൈവം അങ്ങനെ തന്നെ നിവർത്തിക്കും. Believe on the Lord Jesus Christ, you will be saved and your household. He will do it. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവം അരുളി ചെയ്തെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. By the stripes of Jesus you are healed. Yes, he has healed you. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. You won't feel it. നിങ്ങൾക്ക് അത് ഒരുപക്ഷെ അനുഭവിച്ചെന്ന് വരികയില്ല. All that you've got to do is believe it. നിങ്ങൾ അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. Never doubt God's word. ഒരിക്കലും ജീവിതത്തിൽ ദൈവവചനത്തെ സംശയിക്കരുത്. Your situations will show that it's not happening. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമായെന്ന് വരികയില്ല. But God is God. എന്നാൽ ദൈവമാകുന്നു. So the word is perfect. ദൈവവചനം നിസ്തുല്യമാണ്. Then where is the problem? എന്നാ പ്രശ്നം എവിടെ കിടക്കുന്നത്? If you all turn to Luke chapter 8. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. You see the parable of the sower. അവിടെ വിതയ്ക്കുന്നവന്റെ ഉപമ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. We think that is a Sunday school story.
നമുക്ക് അത് പലപ്പോഴും ഒരു സൺഡേ സ്കൂളിലെ കഥയായിട്ട് തോന്നാം. We all thought that way. നമ്മളെല്ലാം അത് അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. But 3rd of January 2013, God is telling us, this is your foundation of your life. എന്നാൽ 2013 ജനുവരി 3-ാം തീയതി ദൈവം നമ്മളോട് പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. He says the word is perfect. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവവചനം നിസ്തുല്യമാണ്. But on which kind of a heart the word comes is very important. എന്നാൽ ദൈവവചനം ഏത് രീതിയിലുള്ള ഹൃദയത്തിലാണോ വിതയ്ക്കപ്പെടുന്നെന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. God is able to fulfill every word. ദൈവം തന്റെ ഓരോ വചനത്തെയും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. But the problem is with my heart. എന്നാൽ പ്രശ്നം കിടക്കുന്നത് എന്റെ ഹൃദയത്തിലാണ്. It's not anywhere else. അത് മറ്റൊരിടത്തുമല്ല, It's my heart. അതെന്റെ ഹൃദയത്തിലാണ്. That's why in Luke 8 we see. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 8-ൽ നാം കാണുന്നത്. We are all sitting here. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നു. I am sowing seed. ഞാൻ വിത്ത് വിതയ്ക്കുകയാണ്. Now it depends on what kind of heart you are listening with. നിങ്ങൾ ഏത് ഹൃദയത്തോടെയാണ് ശ്രദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. The first kind of heart is wayside. ഒന്നാമത്തെ ഹൃദയം എന്ന് പറയുന്നത് ശൂന്യമായ ഹൃദയം. Second heart is rocky. ഒന്നാമത്തെ ഹൃദയം എന്ന് പറഞ്ഞ വഴിയോര ഹൃദയം. രണ്ടാമത്തേത് പാറക്കെട്ടുള്ള ഹൃദയം. Third is thorny. മൂന്നാമത്തെ ഹൃദയം മുള്ളുകൾ നിറഞ്ഞത്. Those of us sitting here, all of us sitting here, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ, before I sow some more seeds, I want you to look into your heart. ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നു. Don't worry about the next person. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയെ പറ്റി ചിന്തിക്കണ്ട. Now you and God, നിങ്ങളും ദൈവവും മാത്രം. you cannot hide from God anything. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. I can hide from my husband. എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കാം. I can hide from Mary. മേരിയിൽ നിന്ന് മേരി സഹോദരിയിൽ നിന്ന് എനിക്ക് ഒളിച്ചു വെക്കാം. സൂസൻ സഹോദരിയിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ ഒളിച്ചു വെക്കാം. I learned some names this day. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ച പേരുകളായിരുന്നു. I can hide from Valsa. വത്സയിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ ഒളിച്ചു വെക്കാം. Not from God. എന്നാൽ ദൈവത്തിൽ നിന്ന് എനിക്ക് ഒളിച്ചു വെക്കാൻ സാധിക്കില്ല. So this is a little time to search your own heart. അതുകൊണ്ട് തന്നെ ഈ സമയം ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ആകർഷിക്കാം. Is your heart like a wayside heart? നിങ്ങളുടെ ഹൃദയം വഴിയോരത്തിൽ കാണുന്ന ഹൃദയം, വഴി സൈഡിൽ കാണുന്ന ഹൃദയം പോലെയാണോ? It says as soon as the seed falls, അവിടെ വിത്ത് വിതയ്ക്കപ്പെട്ട അതേ സമയത്ത് Satan takes it out. അവയെ സാത്താൻ എടുത്തു കളയുകയാണ്. Satan? സാത്താൻ? Where is Satan? എവിടെയാ സാത്താൻ ഇരിക്കുന്നത്? God said it. ദൈവവചനം അങ്ങനെ പറഞ്ഞു. He cannot speak lies. അതൊരിക്കലും ദൈവവചനം ഒരിക്കലും വ്യാജം പറയുകയില്ല. You are sitting here. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. Maybe your mind is going, did I put off my gas stove? നിങ്ങളുടെ മനസ്സ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കുറ്റിയിലായിരിക്കും. Ayyo, what my child is doing. എന്റെ കുഞ്ഞിപ്പോ എന്തോ ചെയ്യുന്നത്? And what my son is doing in America. എന്റെ മോൻ ഇപ്പൊ അമേരിക്കയിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്. He didn't call me and Skype me. എന്നെ അവൻ ഒരു ദിവസം പോലും വിളിക്കുന്നില്ലല്ലോ. We are all sitting here. നമ്മളെല്ലാം ഇവിടാണ് ഇരിക്കുന്നത്. But your mind will be wandering. നമ്മളുടെ എല്ലാം മനസ്സ് പക്ഷെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം. There the devil will easily take it out. അവിടെ സാത്താൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. Tomorrow somebody asks you how was the message? നാളെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു മെസ്സേജ് എന്ന് ചോദിച്ചാൽ, It was so good. അത് വളരെ നല്ലതായിരുന്നു. What did they speak? എന്നാൽ എന്താ പറഞ്ഞത്? Ayyo. And the Chennai that sister, they'll say. ചെന്നൈയിൽ നിന്ന് വന്ന ഒരു സഹോദരിയാ എന്തോ പറഞ്ഞതെന്ന് പറയും. Vasanam, what is the verse? എന്താണ് വായിച്ച വാക്യം? Wayside. അതാണ് വഴി സൈഡിൽ വീഴുന്നത്. Sunday message, do you all remember? കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Yesterday's message, do you remember? ഇന്നലെ രാത്രിയിൽ ശുശ്രൂഷിച്ച വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2 weeks back the message, do you remember? 2 ആഴ്ച മുമ്പ് നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? I don't want you to put your hand up, but do you remember? നിങ്ങൾ ആരും കരങ്ങൾ ഉയർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ സ്റ്റേജിലിരിക്കുന്നവര്, whoever we are, ആരെങ്കിലും ആയിക്കോട്ടെ, you may be the highest pastor's wife.
നിങ്ങൾ ഒരു പക്ഷേ ഇവിടുത്തെ ഏറ്റവും സീനിയർ പാസ്റ്ററുടെ ഭാര്യയായിരിക്കാം. We are all going to give an account to God one day. എന്നാൽ നാം എല്ലാവരും ഒരു ദിവസം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. Nobody can escape. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കത്തില്ല. So have a fear of God. അതുകൊണ്ട് ദൈവ ഭയം ഉള്ളിൽ When ഉണ്ടാകട്ടെ. you sit here, let your concentration be on the singing, on join the singing. When they say raise your hand, do it. Do everything that they say from the pulpit. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഇവിടെ ഈ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളിലായിരിക്കട്ടെ. Even if your thoughts come, don't allow it. Say no, I'm in a meeting, I'm listening. നിങ്ങളുടെ ഉള്ളിലേക്ക് മറ്റു ചിന്തകൾ കടന്നു വന്നാലും അതിനെ അനുവദിക്കരുത്. ഇങ്ങനെ പറ, ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കത്തില്ല, ഞാൻ ഈ ദൈവവചനം The കേൾക്കുവാനിരിക്കുകയാണ്. second kind of heart is rock. രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് പാറക്കെട്ടുകളുള്ള ഹൃദയമാണ്. 40 years I know the Bible. 40 വർഷമായിട്ട് എനിക്ക് വചനം അറിയാം. And that verse I know. അതെല്ലാം എനിക്കറിയാം. What she's telling parable of the sower, I know it. ഇവര് പറയുന്നത് ഇപ്പം ഈ വിധക്കാരന്റെ ഉപമയല്ല, ഇതെനിക്ക് പണ്ടേ അറിയാം. This heart is hardened. ഇത് കട്ടിയുള്ള ഹൃദയമാണ്. Every day the Bible is new for us. ഓരോ ദിവസവും ദൈവവചനം നമുക്ക് പുതുതാണ്. God's word is like a treasure. ദൈവവചനം ഒരു വലിയ നിധി പോലെയാണ്. Psalm 23, next time you read it will be new. നിങ്ങൾ 23-ാം സങ്കീർത്തനം അടുത്ത പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് പുതിയതായിരിക്കും. Holy Spirit will inspire something new out of Psalm 23. നിങ്ങൾ അടുത്ത പ്രാവശ്യം ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തോ പുതിയ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ നൽകി തരും. However many years you are in the Christian walk, നിങ്ങൾ എത്ര നാളുകളായിട്ട് ഈ ക്രിസ്തീയ വേലയിലായിരിക്കുന്നു എന്നുള്ളതല്ല. never think I know it all. ഒരിക്കൽ പോലും എനിക്കിതെല്ലാം അറിയാമെന്ന് ചിന്തിക്കരുത്. Maybe you know a lot of scripture. ഒരുപക്ഷെ നിങ്ങൾക്ക് വചനം ഒത്തിരി അറിയാമായിരിക്കാം. But even today I said in the morning, let me be teachable, Lord. Let me be correctable. ഞാൻ ഇന്ന് പകലും കൂടി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ പഠിക്കുവാൻ തക്കതായ യോഗ്യതയുള്ളവളാക്കി എന്നെ മാറ്റണമെന്ന്. Be teachable and correctable. പഠിക്കുവാൻ തക്കതായ നിലയിലും തിരുത്തപ്പെടുവാനുള്ളവരുമായിട്ട് നമുക്ക് ഇരിക്കാം. Don't think we know it all. നമുക്കിത് മുഴുവനും അറിയാമെന്നുള്ള ഒരു ഭാവം ഉണ്ടാകരുത്. Be very humble. ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുക്കാം. Keep your heart soft. നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് നിർമ്മലമാക്കാം. Then the roots will go in. അത് അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ വിത്തുകൾ, വേരുകൾ ആഴത്തിലേക്ക് The ഇറങ്ങും. third kind of heart is thorny heart. മൂന്നാമത്തെ ഹൃദയം എന്ന് പറയുന്നത് മുള്ളുകളുള്ള ഹൃദയമാണ്. Most of us ladies are thorny. നമ്മളുടെ ഇടയിലെ പല സഹോദരിമാരും, അധിക പങ്ക് സഹോദരിമാരും മുള്ളുകളുള്ളവരാണ്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? What is the thorny heart? എന്താണ് ഒരു മുള്ളുകളുള്ള ഹൃദയം? Cares of this life. ഈ ജീവിതത്തിന്റെ ഭയങ്ങൾ, Always having a burden. എല്ലായ്പ്പോഴും ഒരു ഭാരമുള്ളിലുണ്ട്. What sister, how are you? എന്തുകൊണ്ട് സഹോദരി, എന്തുകൊണ്ട് വിശേഷം? Oh, you don't ask me. എന്നോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. I'm so burdened about my husband. എന്റെ ഭർത്താവിനെ ഓർത്ത് ഞാൻ ഒത്തിരി ദുഃഖിതനാണ്. Oh, my son. എന്റെ മകനെ ഓർത്ത് I have lot of money problem. എനിക്ക് ഒത്തിരി കടഭാരമുണ്ട്. My son didn't get job. എന്റെ മകൻ ഒരു ജോലി The കിട്ടിയില്ല. doctor said I have cancer. ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ്. So many worries. ഒത്തിരി പ്രശ്നങ്ങൾ. This is a thorny heart. ഇതാണ് ഒരു മുള്ളുകളുള്ള ഹൃദയം. See, all the hearts hear the word of God. ഈ എല്ലാ ഹൃദയവും ദൈവവചനം കേൾക്കുന്നുണ്ട്. But എന്നാൽ only the fourth ground will bring forth fruit. നാലാമത്തെ നിലം മാത്രമേ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. So if your heart is thorny, നിങ്ങളുടെ ഹൃദയം മുള്ളുകളുള്ളതാണെങ്കിൽ, it says you are choked with the cares of this life. ഈ മുള്ളുകളുള്ള ഹൃദയത്തെ പറ്റി പറയുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളാൽ അവർ ഭാരപ്പെടുകയാണ്. And riches, ഈ ലോകത്തിന്റെ ധനം and pleasures of this world. ഈ ലോകത്തിന്റെ മഹത്വവുമായിട്ട് അവർ ഭാരപ്പെടുകയാണ്. These come and choke your heart. ഈ ലോകത്തിന്റെ ധനവും ഭാരവും മാന്യതയും എല്ലാം വന്നിട്ട് ഹൃദയത്തെ അടിമപ്പെടുത്തുന്നു. So when the seed falls, അതുകൊണ്ട് അതിനുള്ളിലേക്ക് ഒരു വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ, the Bible says you're hearing it. ദൈവവചനം പറയുന്നത് നിങ്ങൾ അത് കേൾക്കുന്നുണ്ട്. But the cares of this life will choke it. പക്ഷേ ഈ ലോകത്തിന്റെ ചിന്തകൾ, ഈ ജീവന ചിന്തകൾ നിങ്ങളെ അതിൽ നിന്ന് തടയും. Then you say, why I believe the promise, nothing happened. നിങ്ങൾ അന്നേരം പറയാൻ പഴി പറയുവാൻ തുടങ്ങും, ഞാൻ ദൈവവചനം വിശ്വസിച്ചതാണല്ലോ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. So this January 3rd,
ഈ ജനുവരി 3-ാം തീയതി for the rest of our lifetime, നമ്മളുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള സകല കാലങ്ങളിലേക്ക് whichever denomination we are, നിങ്ങൾ ഏതെല്ലാം സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരായിക്കോട്ടെ, God's word is going to judge us in the last day. ഈ അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ വചനം നമ്മളെ വിധിക്കുവാൻ പോവുകയാണ്. He is not impressed with my white sari. ദൈവം ഒരിക്കലും Impressed with my white sari. ദൈവം ഒരിക്കലും എന്റെ വൈറ്റ് സാരി കണ്ട് സന്തോഷിക്കുന്നവനല്ല. He looks into my heart. ദൈവം എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. Bible says, ദൈവവചനം ഇങ്ങനെ പറയുന്നു, God does not see the face. ദൈവം ഒരിക്കലും മുഖം നോക്കുന്നവനല്ല. But we all look at each other in the face. നമ്മളെല്ലാവരെയും മറ്റുള്ളവരെ അളക്കുന്നത് മുഖം നോക്കിയാണ്. And we think we are very wonderful. എന്നിട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കും, And look down on the others. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യും. Today God says, ഇന്ന് പകൽ ദൈവം പറയുന്നു, don't be proud of anything God has done in our lives. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒന്നിനെ കുറിച്ചും നിങ്ങൾ അഹങ്കരിക്കരുത്. It is all the grace of God. അതെല്ലാം ദൈവത്തിന്റെ മഹാകൃപ If you and മാത്രമാണ്. I are born again, it's the grace of God. നമ്മളെല്ലാം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. Not because you are good and I am good. No. ഞാനും നിങ്ങളും നല്ലവരായതുകൊണ്ടല്ല. Before the foundation of the world, ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ He chose us. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. He loved us. ദൈവം നമ്മളെ സ്നേഹിച്ചു. He called us. ദൈവം നമ്മളെ വിളിച്ചു. Not because we were good. നമ്മളല്ല നല്ലവരായി തീർന്നത് കൊണ്ടല്ല, Because He chose us. ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം. It's the grace of God. അത് ദൈവത്തിന്റെ മഹാകൃപയാണ്. If you are a believer and I am a believer, it's the grace of God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വിശ്വാസികളാകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. Not because I don't wear jewels or I'm wearing white. It is the grace of God. ഞാനും നിങ്ങളും ആഭരണം ഇടാഞ്ഞത് കൊണ്ടോ അതോ വെള്ള സാരി ഉടുത്തത് കൊണ്ടോ അല്ല, അത് ദൈവത്തിന്റെ കൃപയായതുകൊണ്ടാണ്. Hallelujah. ഹല്ലേലൂയ. So your heart is most important. നിങ്ങളുടെ ഹൃദയമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. Nobody sees it except God. അത് ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കാണുവാൻ And സാധിക്കുകയില്ല. the fourth ground says, നാലാമത്തെ നിലമെന്ന് പറയുന്നത്, the seed falls on the good ground. നാലാമത്തെ നിലമെന്ന് പറയുന്നത് വിത്ത് നല്ല നിലത്ത് വിതയ്ക്കപ്പെടുന്നു. They have a good and honest heart. അവർക്ക് ശുദ്ധവും നല്ലതുമായ ഒരു ഹൃദയമുണ്ടായിരുന്നു. Honest heart. അവർക്കൊരു നല്ല ഹൃദയമുണ്ടായിരുന്നു. An honest heart. ഒരു നല്ല ഹൃദയം, ഒരു സത്യസന്ധമായ ഹൃദയം. And the word falls in. അത് അതിനുള്ളിലേക്ക് വീഴുന്നു. And you be patient. നിങ്ങൾ അത് വളരെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നു. It will bring forth 100-fold. Hallelujah. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് 100 മടങ്ങ് ഫലം So പുറപ്പെടുവിക്കും. what you are going to hear, നിങ്ങൾ എന്താണോ കേൾക്കുവാൻ it പോകുന്നത്, all depends on how your heart is. നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അതിന്റെ പ്രവൃത്തി. It's not because you came for 75th platinum convention. നിങ്ങൾ 75ാമത് പ്ലാറ്റിനം കൺവെൻഷനിൽ വന്നു എന്നതുകൊണ്ടല്ല. Again I want to say it's your heart. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ So അടിസ്ഥാനത്തിലായിരിക്കും. this 3rd of January, ഈ ജനുവരി 3-ാം തീയതി all of us are here because God brought us together. ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് നാം എല്ലാവരും എവിടെ ആയിരിക്കുന്നു. Because I'm sharing it, I don't think about my heart. ഞാൻ ഇത് പറയുന്നത് കൊണ്ട് എന്റെ ഹൃദയത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. Every day I will look into it. എല്ലാ ദിവസവും ഞാൻ അതിനുള്ളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങും. I want my heart to be a good and honest heart. ഞാൻ എന്റെ ഹൃദയം ഒരു ശുദ്ധവും നിർമ്മലവുമായ ഹൃദയമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Even when you read your personal Bible reading, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനം വായിക്കുമ്പോഴും, if you want the word to work in your life, നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, your heart is the most important thing you have to see to. നിങ്ങൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട വസ്തുത നിങ്ങളുടെ ഹൃദയമാണ്. And I told you, nobody sees it but God. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മറ്റാരും അത് കാണുകയില്ല, ദൈവം മാത്രമേ കാണുകയുള്ളൂ. And you know it also. നിങ്ങൾക്കും അത് നന്നായിട്ട് അറിയാം. But we all know to pretend. എന്നാൽ നമുക്ക് അഭിനയിക്കാനും നന്നായിട്ട് അറിയാം. We all will smile outside. നമ്മളെല്ലാം പുറമെ ചിരിച്ചു കാണിക്കാം. We all look very sweet outside. നമ്മളെല്ലാവരും പുറമെ വളരെ സന്തോഷമുള്ളവരായിരിക്കും. But how is your heart? എന്നാൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്? Now I'm going to read a few things that are in the heart. ഞാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ വായിക്കുവാനായി പോവുകയാണ്. After accepting Jesus Christ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം, after that, അതിനുശേഷം the Bible says, തിരുവചനം ഇങ്ങനെ പറയുന്നു, do not have bitterness and unforgiveness in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പും
ക്ഷമയില്ലായ്മയും ഉണ്ടാകരുത്. This God will test you and me. ദൈവം എപ്പോഴും എന്നെയും നിങ്ങളെയും പരീക്ഷിക്കും. He will bring situations within your family where you find it very hard to forgive. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അവിടെ ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് വളരെ പ്രയാസമെന്ന് തോന്നാം. You have not done anything wrong. നിങ്ങൾ ഒരുപക്ഷെ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കാം. But somebody says you are the one who did it. എന്നാൽ മറ്റുള്ളവർ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിച്ചു എന്നിരിക്കട്ടെ. They'll say she only. അവരെ മറ്റുള്ളവർ ആവർത്തിച്ച് പറയും ഇവള് തന്നെയാ ചെയ്തതെന്ന് പറഞ്ഞു. Somebody comes and tells you, sister, മറ്റുള്ളവർ ആരെങ്കിലും കടന്നു വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, സിസ്റ്ററെ, your friend told me you did this. നിന്റെ കൂട്ടുകാരി സ്നേഹിത പറഞ്ഞല്ലോ നീ ഇങ്ങനെ ചെയ്തു എന്ന്. Immediately what starts inside? നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും അന്നേരം ഉളവായി തീരുന്നത്? She my friend. അവൾ എന്റെ സഹോദരിയായിരുന്നല്ലോ. I don't want anything to do with her. ഇനിയും അവളുമായിട്ട് എനിക്ക് യാതൊരു കൂട്ടായ്മയും വേണ്ട. But God said, എന്നാൽ ദൈവം ഇങ്ങനെ പറയുന്നു, when you stand praying, നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ forgive അവളോട് ക്ഷമിക്കുക, as I have forgiven you. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത് How പോലെ. did Jesus forgive us on the cross? യേശു ക്രിസ്തു നമ്മളോട് എത്ര പ്രാവശ്യം ക്രൂശിൽ ക്ഷമിച്ചു? The Bible says, വചനം ഇങ്ങനെ പറയുന്നു, He not only forgave, He forgotten it. ദൈവം ക്ഷമിക്കുക മാത്രമല്ല അവൻ അത് മറക്കുക കൂടി ചെയ്തു. He didn't go around talking about you and me to anybody. എന്നെയും നിങ്ങളെയും കുറിച്ച് അവിടെയും ഇവിടെയും നടന്ന് യേശു പരദൂഷണം പറഞ്ഞില്ല. But we women like to do it. എന്നാൽ നിങ്ങൾ സഹോദരിമാർക്ക് അത് ചെയ്യുവാൻ വളരെ ഇഷ്ടമാണ്. Men don't do that too much. അത് സഹോദരന്മാർ അധികം ചെയ്യത്തില്ല. Did you hear what happened? എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? I'm just giving for prayer request, okay? ഞാൻ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നത്. We'll say only for prayer. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. You'll say, what happened? എന്നാ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ, Yo, that sister, ആ സഹോദരി, you know what she said about me? എന്നെ പറ്റി എന്നാ പറഞ്ഞെന്നറിയാമോ? Again, your ears will become big. നമ്മളുടെ ചെവി നമ്മിങ്ങനെ കൂർപ്പിച്ചു പിടിക്കും. Tongue is very big. Tongue. നാവ് വലുതാണ്, കാത് പെരുസ്. Ear also. ചെവിയും വലുതാക്കിയെടുക്കും. The Bible says, തിരുവചനം ഇങ്ങനെ പറയുന്നു, if you and I do not forgive as He forgave us, God will not even forgive us nor hear our prayer. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മളോട് ക്ഷമിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മളുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ സാധിക്കത്തില്ല. So it's very serious. ആമേൻ. At the beginning of this year, ഈ വർഷത്തിന്റെ ആരംഭത്തിങ്കൽ, let it be any old story that you have that you're not able to forgive. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ക്ഷമിക്കപ്പെടാത്ത എത്ര വലിയ പഴങ്കഥയായിക്കോട്ടെ, Maybe your own husband, നിങ്ങളുടെ ഭർത്താവായിരിക്കാം ഒരു പക്ഷേ, your mother-in-law, നിങ്ങളുടെ അമ്മായിയമ്മയായിരിക്കാം ഒരു പക്ഷേ, your own children. നിങ്ങളുടെ മക്കളായിരിക്കാം, Let it be anyone inside your home or outside the home. നിങ്ങളുടെ ഭവനത്തിനുള്ളവരോ അതിന് പുറത്തുള്ളവരോ ആരെങ്കിലും ആയിക്കോട്ടെ, You have to forgive them. നിങ്ങൾക്ക് അവരോട് ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. Forgiveness is not a feeling, but it's a decision of your will. ഈ ക്ഷമ എന്ന് പറയുന്നത് ഒരു അനുഭവമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. It is a will decision. നിങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവമായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. After forgiving, ക്ഷമിച്ചതിന് ശേഷം don't ever talk about it to anybody. ആ സംഭവത്തെ പറ്റി വേറെ ഒരു വ്യക്തിയോടും സംസാരിക്കരുത്. This is the only thing we can do. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ Because സാധിക്കൂ. we are not able to forget immediately. നമുക്ക് പെട്ടെന്ന് മറക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് Jesus said, I've forgiven and forgotten your sins. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തെ ക്ഷമിക്കുന്നു, അത് മറക്കുന്നു. Mark 11:25-26. I want you all to read it in your own മർക്കോസിന്റെ Bible. സുവിശേഷം 11:25-26 നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കണമെന്ന് ഞാൻ Because we ആഗ്രഹിക്കുന്നു. ladies like to pray, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുവാൻ but ആഗ്രഹിക്കുന്നത് കൊണ്ട് with unforgiveness, with bitterness, with anger in your heart, we cannot cheat ourselves anymore. നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഉള്ളിൽ ക്ഷമയില്ലായ്മയും കയ്പും വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ സാധിക്കുകയില്ല. On the 3rd of January, ഈ ജനുവരി 3-ാം തീയതി God is giving all of us an opportunity ദൈവം നമുക്കെല്ലാവർക്കും ഒരു സന്ദർഭം നൽകി തരികയാണ്. to say, Lord, I forgive that person.
നമുക്ക് ഇങ്ങനെയൊന്ന് പറയാമോ, ദൈവമേ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, and never more going to even take it out of the compound. It's finished. ഞാൻ ഈ കോമ്പൗണ്ട് വിട്ടത് വെളിയിലേക്ക് കൊണ്ടുപോകത്തില്ല, അത് അവസാനിക്കുകയാണ്, It's over. അത് തീർന്നു. That's one side. അതൊരു ഭാഗമാണ്. The second side is Matthew 5. രണ്ടാമത്തെ വശം മത്തായി സുവിശേഷം 5-ാം When അധ്യായം. you bring your gifts to the altar, നിങ്ങൾ നിങ്ങളുടെ യാഗ അർപ്പണ വേദിയിലേക്ക് നിങ്ങൾക്കുള്ള സമ്മാനം കൊണ്ടുവരുമ്പോൾ, the collection bucket coming round now. We'll think like that. ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിലൂടെ സ്തോത്രാഴ്ച പാത്രം വന്നു എന്നിരിക്കട്ടെ. It's coming, no, collection, going to collect your offering. നിങ്ങളുടെ മുന്നിലൂടെ സ്തോത്രാഴ്ച നിങ്ങൾ കളക്ട് ചെയ്യാൻ വന്നു The ഇരുന്നിരിക്കട്ടെ. Bible says, വചനം ഇങ്ങനെ പറയുന്നു, if you remember, നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചാൽ, you have something against somebody, നിങ്ങൾക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും ദ്രോഹമുണ്ടെന്ന് ചിന്തിച്ചാൽ, leave your offering. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഈ ദാനത്തെ അവിടെ വെക്കുക, Go പോവുക, and first get reconciled with that person. ആ വ്യക്തിയുമായി ഒന്നാമത് പോയി നിരപ്പ് പ്രാപിക്കുക. Very serious. വളരെ ഭയങ്കരമാണിത്. We can say sorry and to God. നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ എളുപ്പമാണ്. Lord, forgive me, Lord, I made that mistake. കർത്താവേ, ഞാൻ ആ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്. I spoke rudely to so and so. ഞാൻ വളരെ ക്രുദ്ധിച്ച് ഇന്ന വ്യക്തിയോട് സംസാരിച്ചു. Sorry, Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. God says, okay, go and say sorry there. ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, സാരമില്ല, നീ അവിടെ പോയി ക്ഷമ ചോദിക്കാൻ. Is it your husband? അത് നിങ്ങളുടെ ഭർത്താവാകാം, Mother-in-law? അമ്മായിയമ്മയാകാം. Some mother-in-law talk very rudely to daughter-in-law. ഒരുപക്ഷെ പല അമ്മായിമ്മമാരും മരുമക്കളോട് വളരെ കഠിനമായിട്ട് സംസാരിക്കുന്നവരായിരിക്കാം. Then after we smile and we think it's over. നമ്മൾ പിന്നീട് ചിരിച്ചേച്ച് നമ്മൾ വിചാരിക്കും ഇതെല്ലാം തീർന്നെന്ന്. Have you said sorry? നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? Have you humbled yourself to say, my daughter, I'm sorry? ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്റെ മോളെ നീ എന്നോട് ക്ഷമിക്കണമെന്ന്. To your servant? നിങ്ങളുടെ വേലക്കാരോട്. Sometimes we talk as we like to our servant. നമ്മളുടെ വേലക്കാരോട് ചിലപ്പോൾ നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ But സംസാരിക്കും. you know it is wrong. You know it is wrong. എന്നാൽ അത് തെറ്റാണെന്നറിയാമോ? Have you said sorry to your servant? നിങ്ങളുടെ വേലക്കാരോട് നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? Have you said sorry to each other? Maybe you have hurt each other. നിങ്ങൾ ഒരുപക്ഷെ അന്യോന്യം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? God doesn't want your offering. ദൈവം നിങ്ങളുടെ ദാനത്തെ അല്ല അധികം He ആഗ്രഹിക്കുന്നത്. wants our life. ദൈവം നമ്മുടെ ജീവനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. First forgive everybody ആദ്യം ഒന്നാമത് എല്ലാവരോടും ക്ഷമിക്കുക. and ask sorry today. ഇന്ന് തന്നെ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാൻ തയ്യാറായി തീരുക. God taught me a very serious lesson when I was in State Bank of India. ദൈവം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്ന സമയത്ത് എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. So I'll never forget it. ഞാനത് ഒരിക്കലും മറക്കത്തില്ല. 72 men in my department. എന്റെ സ്ഥാപനത്തിലുണ്ടായിരുന്ന എന്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന 72 പുരുഷന്മാർ. And I am the only lady. ഞാൻ മാത്രമേ ഒരു സഹോദരി, ഒരു And I am a born സ്ത്രീയായിട്ടുണ്ടായിരുന്നു. again Christian. ഞാൻ മാത്രമേ ഒരു രക്ഷിക്കപ്പെട്ടവളായിട്ടുണ്ടായിരുന്നു. Wonderful testimony I was thinking I was holding. ഞാൻ ഒരു വലിയ നല്ല സാക്ഷ്യമുള്ളവളാണെന്ന് ഞാൻ So ചിന്തിക്കുന്നവളായിരുന്നു. everybody had great respect for me. എല്ലാവർക്കും എന്നെ വളരെ ബഹുമാനവുമായിരുന്നു. One day, ഒരു ദിവസം in our room 12 men and I am the only lady. 12 പുരുഷന്മാര്, ഞാൻ ഏകയായ ഒരു സ്ത്രീയുമായിട്ടിരിക്കുമ്പോൾ They started one discussion about women. അവര് ഒരു സ്ത്രീകളെ പറ്റിയുള്ള ഒരു ചർച്ച ആരംഭിച്ചു. One man said, hey, you know what these women are like? ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഈ സഹോദരിമാരെ, സ്ത്രീകൾ എങ്ങനെയുള്ളവരാണെന്ന്? I am sitting there. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. Another man said, മറ്റുള്ളവര് പറഞ്ഞു, very cunning man. വളരെ അസൂയുള്ളവരാണ്. They will all pretend to be very wonderful. അവരെ പുറമെ വളരെ നല്ലവരാണെന്ന് അഭിനയിക്കും. Another man said, you must see them when they are angry. വേറൊരു വ്യക്തി പറഞ്ഞു, അവര് ചൂടാകുമ്പോ ഒന്ന് So കാണണം. all the 11, 12 men were jolly talking about women. ആ 11, 12 പേരും വളരെ സന്തോഷത്തോടെ സ്ത്രീകളെ പറ്റി സംസാരിക്കുക. I am writing. ഞാൻ അതെല്ലാം I'm എഴുതിക്കൊണ്ടിരിക്കുക. doing my work. അല്ല, ഞാൻ വേറെ കാര്യങ്ങൾ But my എഴുതിക്കൊണ്ടിരിക്കുക. blood pressure is going up now. എന്നാൽ എന്റെ BP കൂടാൻ തുടങ്ങി. Why? എന്തുകൊണ്ട്? How stupid they are. I'm a woman. They are talking about women. ഞാനൊരു സ്ത്രീ ഇവിടെ ഇരിക്കുമ്പം അവര് സ്ത്രീകളെ പറ്റി ഇങ്ങനെ സംസാരിക്കുക. So அப்படியே slowly anger is rising up. എന്റെ ഉള്ളിൽ വളരെ ചെറുതായിട്ട് I ക്രോധം വർദ്ധിക്കുന്നു. didn't open my mouth, sitting very quiet. ഞാൻ വാ തുറന്നില്ല, അവിടെ വളരെ ശാന്തയായിട്ടിരുന്ന് At എഴുതുക. 11:15 is coffee break. ഈ 11:15 ഞങ്ങൾക്ക് കോഫി ബ്രേക്കിന്റെ So സമയം. one of them got up. ഒരാള് ആ സമയത്ത് എഴുന്നേറ്റു. Going past my table, he said, എന്റെ മേശ കടന്നു പോയപ്പോ ഇങ്ങനെ പറഞ്ഞു. then I was Miss Roberts. He said,
Hello, Miss Roberts, he said. ഒരാള് എന്നെ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു, ഹലോ മിസ് റോബർട്ട്സ് എന്ന് പറഞ്ഞു. എന്റെ പേര് അന്ന് മിസ് റോബർട്ട്സ് What എന്നാണ്. do you think I did? നിങ്ങൾ പറ ഞാൻ എന്ത് ചെയ്തു എന്ന്. I said, stop talking to a woman. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ഒരു സ്ത്രീയോട് സംസാരിക്കരുത്. They are the worst. Worst. All this time they discuss. അവരേറ്റവും ഹീനരാണ്. That man has never seen me so angry. ആ മനുഷ്യൻ എന്നെ ഒരിക്കലും അത്രയും ക്രോധമുള്ളവളെ കണ്ടിട്ടില്ല. Because I'm a big believer there. ഞാൻ അവിടെ ഒരു വലിയ വിശ്വാസിയാണ്. Big Christian. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. My true color is coming out now. എന്നാൽ എന്റെ യഥാർത്ഥ നിറം അപ്പം പുറത്തു വരികയായിരുന്നു. That man got so afraid he ran off. ആ മനുഷ്യൻ വളരെ വളരെ ഭയപ്പെട്ട് അവൻ ഇറങ്ങിപ്പോയി. Nobody has seen Nirupa doing like that. ഒരിക്കലും ഒരു വ്യക്തി പോലും നിരുപമ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. When he's leaving the door, God is saying, it's okay. You go behind him and just say sorry. ആ മനുഷ്യൻ ആ കഥ ഇറങ്ങി പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യന്റെ പുറകെ പോയി ക്ഷമ ചോദിക്കാൻ. You're realizing you shouldn't talk like, just go and say sorry to him. നിന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യരുതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറങ്ങി ചെന്ന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാൻ. Simplest thing, but I didn't want to do it. അത് വളരെ ഏറ്റവും എളുപ്പമുള്ള കാര്യമായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ മനസ്സില്ല. What will he think about me? ഞാൻ സോറി ചോദിച്ച ആ വ്യക്തി എന്നെ പറ്റി എന്നാ ചിന്തിക്കും? We must go and say sorry, huh? ഞാൻ പോയി സോറി ചോദിക്കാനോ? They must say sorry to me. അവരാണ് എന്നോട് സോറി ചോദിക്കേണ്ടത്. Lord, sorry, Lord. ഞാൻ പറഞ്ഞു, ദൈവമേ എന്നോട് ദൈവം അങ്ങ് ക്ഷമിക്കണമേ. Forgive me, Lord. കർത്താവേ ദൈവമേ അവിടുന്ന് എന്നോട് അങ്ങ് ക്ഷമിക്കണമേ. So Holy Spirit became quiet inside of me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ശാന്തമായി തീർന്നു. Because I didn't want to obey. Understand? I didn't want to obey. ഞാൻ അനുസരിക്കുവാൻ തയ്യാറായി തീരാഞ്ഞത് കൊണ്ട്. And at home I went 3-4 hours I prayed. വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചു. I will not behave like that, this, that. I went on praying. ഞാൻ വളരെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്നൊക്കെ. God said, tomorrow morning just say sorry, his name is Ramakrishnan. Sorry, Ramakrishnan, I shouldn't have shouted at you. Say that. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നാളെ പകല് പോയി രാമകൃഷ്ണനോട് ക്ഷമ ചോദിക്കണം, ഞാൻ നിന്നോട് അങ്ങനെ ക്രുദ്ധിച്ച് തെറ്റായി പോയെന്ന്. Oh, I'll try. I didn't want to do. I'm very proud now in my heart, right? Proud. ഞാൻ എന്റെ ഉള്ളിൽ വളരെ ഗർവുള്ളവളായതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. And next day I went and sat down. ഞാൻ പിറ്റേ ദിവസവും പോയി അവിടെ ഇരുന്നു. And the register of signing attendance is on my table. The attendance register എന്റെ മേശപ്പുറത്താണ് ഇരിക്കുന്നത്. Ramachandran, Ramakrishnan came. He never even looked up at me because I shouted. രാമകൃഷ്ണൻ വന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. He came and he put his pen on the register quietly like that. ആ മനുഷ്യൻ അവിടെ വന്നിട്ട് തന്റെ പേന രജിസ്റ്ററിൽ വെച്ചു. I said, hi Ramakrishnan. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹായ് രാമകൃഷ്ണൻ. Good morning. ഗുഡ് മോർണിംഗ്. I didn't say sorry. ഞാൻ പക്ഷെ സോറി പറഞ്ഞില്ല. I became friends. ഞങ്ങൾ തമ്മിൽ So കൂട്ടുകാരായി. all the 12 were very happy that I know my blood pressure came down. മറ്റുള്ളവരും വളരെ സന്തോഷവാന്മാരായി തീർന്ന് എന്റെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു. I didn't say sorry. പക്ഷെ ഞാൻ സോറി പറഞ്ഞില്ല. Again, very happy. പിന്നെ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരായി തീർന്നു. After 2 years, 2 വർഷങ്ങൾക്ക് ശേഷം I wanted to be filled with the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. Praying very intently. ഞാൻ വളരെ തീക്ഷ്ണതയോടെ God, പ്രാർത്ഥിക്കുന്നു, fill me with the Holy Spirit. കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. Holy Spirit is telling me, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചു, tomorrow just say sorry to Ramakrishnan. നാളെ പോയി രാമകൃഷ്ണനോടൊന്ന് സോറി ചോദിക്കാം. Wow. 2 years. 2 വർഷം കഴിഞ്ഞു. Lord, I asked you to forgive me. കർത്താവേ അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. I know you've forgiven me. കർത്താവേ അങ്ങ് എന്നോട് ക്ഷമിച്ചെന്നും എനിക്കറിയാം. It's okay. Matthew 5, you first go and say sorry. എന്നാൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നീ ഒന്നാമത് പോയി സോറി ചോദിക്കുക. I want to be filled with the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ So I ആഗ്രഹിക്കുന്നു. decided to obey God. ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ Let തീരുമാനിച്ചു. it be anything, Lord. After 2 years, I'm going to say sorry to Mr. Ramakrishnan. എന്തെല്ലാം വന്നാലും ശരി, 2 വർഷത്തിന് ശേഷം ഞാൻ രാമകൃഷ്ണനോട് പോയി സോറി ചോദിക്കാൻ So പോകും. at 11:15 coffee break, when he went out, I'm thinking I'll go behind him and say sorry. 11:15 കോഫി ബ്രേക്കിന്റെ സമയത്ത് അദ്ദേഹം പോയപ്പോൾ ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തിന് പുറകെ പോയി But സോറി I'm now ചോദിക്കാം. very ashamed of myself. I said, no, 3 o'clock coffee break, I'll do it. എന്നാൽ ഞാൻ വളരെ 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 നാണം കെട്ടിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പൊ വേണ്ട, 3 മണിക്കത്തെ കോഫി ബ്രേക്കിന് പോകാം. I want to be filled with the Holy Spirit, so that was more important than my humbling myself. So 3 o'clock I ran behind him.
ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വളരെ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് 3 മണിയായപ്പോ ഞാൻ ആ മനുഷ്യന്റെ പുറകെ പോയി. I ran. I said, Ramakrishnan. He just turned and said, what, Miss Roberts? ഞാൻ രാമകൃഷ്ണൻ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ, എന്താ മിസ് റോബർട്ട്സൺ ചോദിച്ചു. I said, 2 years ago something happened in our room. Do you remember it? 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുറിയിൽ എന്തോ സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? What are you saying 2 years ago? What do I remember? He said. 2 വർഷം മുമ്പ് എന്നാ സംഭവിച്ചത്? എനിക്കൊരു ഓർമ്മയില്ലെന്ന് പറഞ്ഞു. I said, one day you all discussed about women. Remember? നമ്മൾ രണ്ടുപേരും ഇരുന്ന ആ സമയത്ത് സ്ത്രീകളെ പറ്റി ഡിസ്കഷൻ നടത്തിയത് ഓർമ്മയുണ്ടോ? I shouted at you. ഞാൻ നിങ്ങളോട് വളരെ ചൂടായിട്ട് Come on, Miss Roberts. What are you talking? Nothing like that. I said, no, just listen to me. I want to say a sorry for the way I spoke to you. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കതൊന്നും ഓർമ്മയില്ല, എന്നെ തന്നെ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുക. He was so stunned. ആ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു പോയി. He said, why do you do it? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. I said, I'm ashamed of myself as a Christian. ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ ഞാൻ ലജ്ജിച്ചു പോയത് കൊണ്ട് അങ്ങനെ That it took 2 years for me to obey the Bible. 2 വർഷം എടുത്തു എനിക്ക് വചനമൊന്ന് അനുസരിക്കാൻ. He said, what? Your Bible is teaching all this? ദൈവവചനം നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് രാമകൃഷ്ണൻ ചോദിച്ചു. So God turned that evil to good and he accepted a Bible and started reading the Bible. Hallelujah. ദൈവം അതിനെ നന്മയ്ക്കായിട്ട് ആക്കി തീർത്തു. ആ രാമകൃഷ്ണൻ ദൈവവചനത്തെ അനുസരിച്ച് ദൈവവചനം വായിക്കുവാൻ തുടങ്ങി. So from then till today, അന്നിന് ശേഷം ഇന്ന് വരെ, however it may not be a big mistake of mine, I am ready to say sorry to anybody. എന്റെ ജീവിതത്തിലെ വലിയൊരു തെറ്റല്ലെങ്കിൽ കൂടിയും ആരോട് വേണമെങ്കിലും സോറി ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. Many people have hurt me. അനേകരും എന്നെ കേട്ടിട്ടുണ്ട്. What I didn't do, they say I only did it. മറ്റുള്ളവർ ഞാൻ ചെയ്യാത്തത് ഞാൻ തന്നെ ചെയ്തതാണെന്ന് പറയുന്നവരുണ്ട്. God will say just forgive them and bless them. എന്നാൽ ദൈവം എന്നോട് പറയും, അവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കുക. Ladies, is a very important aspect of our life. ഈ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. Speaking lies in the heart. ഹൃദയത്തിൽ വ്യാജം സംസാരിക്കുക. Despising others in the heart. മറ്റുള്ളവരെ ഹൃദയത്തിൽ ദ്വേഷിക്കുക. Worries and cares in the heart. ഹൃദയത്തിലുള്ള ഭാരങ്ങളും ചിന്തകളും. Pride in the heart. ഹൃദയത്തിലുള്ള ഗർവ്. Adultery in the heart. ഹൃദയത്തിലുള്ള വ്യഭിചാരം. Matthew 5, Jesus is saying the Sermon on the Mount. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഗിരിപ്രഭാഷണം നടത്തുന്നതായി കാണാം. Old Testament, the law, if you commit adultery, it's adultery. പഴയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ അത് വ്യഭിചാരമാണ്. But in the New Testament, എന്നാൽ പുതിയ നിയമത്തിൽ if അനുസരിച്ച് you look at somebody with lust, you have committed adultery in the heart. നിങ്ങൾ മോഹം കൊണ്ട് ഒരു വ്യക്തിയെ നോക്കിയാൽ പോലും അത് ഹൃദയത്തിൽ വ്യഭിചാരമായി പോകും. So we have to be very, very, very careful about our eyes. നമ്മളുടെ കണ്ണുകളുമായിട്ട് ഉള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധാലുക്കളായി തീരണം. Hebrews 3:12. എബ്രായ ലേഖനം 3:12 എങ്ങനെ പറയുന്നു? It says unbelief in the heart. ഹൃദയത്തിലുള്ള അവിശ്വാസം. See, when I say this is a mango seed, ഞാനിതൊരു മാങ്ങാണ്ടിയാണെന്ന് പറയുമ്പോൾ none of you will say no this is jackfruit. Nobody will say it. നിങ്ങൾ ആരും ഒരിക്കലും അല്ല ഇതൊരു ചക്കക്കുരുവാണെന്ന് പറയത്തില്ല. Nobody will say it. നിങ്ങൾ ആരും പറയത്തില്ല. You are willing to believe this seed. നിങ്ങൾ ഇതൊരു മാങ്ങാണ്ടിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. But when it comes to God's word, എന്നാൽ ഞാൻ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, are you able to believe it that way? അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? Without any doubt. ഒരു സംശയവും കൂടാതെ. Especially about the healing. രോഗസൗഖ്യത്തെ പറ്റി പ്രത്യേകിച്ച്. Bible says you were healed by the stripes of Jesus. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Not going to be healed. നിങ്ങൾ സൗഖ്യമാകുമെന്നല്ല. On the cross he finished it all for us. ദൈവം ക്രൂശിൽ സകലവും നമുക്കായി നിവർത്തിച്ചു കഴിഞ്ഞു. He took our sin. അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. All our sin and all our sickness. അവൻ നമ്മുടെ സകല പാപത്തെയും രോഗത്തെയും വഹിച്ചു. All our weakness. ദൈവം നമ്മുടെ സകല ബലഹീനതകളെയും വഹിച്ചു. All our curses. ദൈവം നമ്മുടെ എല്ലാ ശാപങ്ങളെയും വഹിച്ചു. All the sorrows. എല്ലാ ദുഃഖങ്ങളെയും, all our poverty, എല്ലാ ദാരിദ്ര്യത്തെയും, all our shame, എല്ലാ ലജ്ജയെയും, all our rejection, എല്ലാ ഒഴിവാക്കലുകളെയും ദൈവം ക്ഷമിച്ചു.
എന്നിട്ട് He gave us His righteousness. അവന്റെ നീതിയെ നമുക്ക് നൽകി. He gave us His healing by the stripes. അവന്റെ സൗഖ്യം നമുക്ക് നൽകി He തന്നു. gave us the blessing of Abraham and the Holy Spirit. അബ്രഹാമിന്റെയും പരിശുദ്ധാത്മാവിന്റെയും He അനുഗ്രഹങ്ങൾ gave us നമുക്ക് നൽകി തന്നു. joy. He gave us joy. അവൻ സന്തോഷം നൽകി തന്നു. He gave us riches. അവൻ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി തന്നു. He gave us double honor. അവൻ നമുക്ക് ഇരട്ടി മാന്യത നൽകി തന്നു. And He gave us acceptance. അവൻ നമുക്ക് അംഗീകാരം നൽകി തന്നു. But you won't feel anything. എന്നാൽ നിങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ You സാധിക്കില്ല. thank God for the cross daily. നിങ്ങൾ ദിവസവും ക്രൂശിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാറുണ്ടോ? It's easy to believe the doctor's report. നിങ്ങൾക്ക് ഡോക്ടറിന്റെ റിപ്പോർട്ട് വിശ്വസിക്കാൻ വളരെ എളുപ്പമാ. Easily we say, your doctor said I have this. എന്റെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ എളുപ്പമാ. Doctor said I have high BP. ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് കൂടിയ BP ആണെന്ന്. Doctor said I have diabetes. ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഡയബറ്റിക് ഉണ്ടെന്ന്. What is the greatest doctor said to you? എന്നാൽ ശ്രേഷ്ഠ വൈദ്യൻ നിന്നോട് എന്താണ് പറഞ്ഞത്? You were healed by the stripes of Jesus. അവൻ എങ്ങനെ പറഞ്ഞു? യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. About 25 years ago, 25 വർഷങ്ങൾക്ക് മുമ്പ് I had a lot of bone problem. എന്റെ എല്ലുകൾക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു. Ladies have a lot of bone problem. സഹോദരിമാർക്ക് പലപ്പോഴും എല്ലിന് പ്രശ്നമുണ്ടാകാറുണ്ട്. Oh my, എന്റെ കാലിന് വേദന എടുക്കുന്നു. my back. എന്റെ നടുവിന് വേദന എടുക്കുന്നു. Oh, I can't stretch my hand. എന്റെ കൈ നീട്ടാൻ പറ്റുന്നില്ല. This finger is paining. എന്റെ ഈ വിരല് വേദനിക്കുന്നു. Ladies have a lot of bone problems. സഹോദരിമാർക്ക് ഒത്തിരി എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ Because the ഉണ്ടാകും. Bible says the broken spirit drieth the bones. എന്തുകൊണ്ടെന്നാൽ തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം എല്ലുകളെ പൊടിച്ചു കളയുന്നത്. Because we get upset over everything. നമ്മള് പലതിലെയും ഓർത്ത് വിചാരപ്പെടുന്നത് കൊണ്ട്. So I was like that 25 years ago. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെയുള്ളവളായിരുന്നു. I can't climb stairs. എനിക്ക് 25 വർഷം മുമ്പ് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. I'll be going. ഞാൻ എന്റെ വളരെ വേദനയ്ക്ക് ഉള്ളവളായിരുന്നു. So my friend says, why don't you go for a full checkup for bones? എന്റെ കൂട്ടുകാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എല്ല് സംബന്ധമായ ഒരു നല്ല ചെക്കപ്പ് നടത്തിയാൽ So എന്താണ്? I went to a very big doctor, very big hospital. ഞാൻ ഒരു വലിയ ഡോക്ടറിനെയും ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. Big checkup. പെട്ടെന്ന് തന്നെ ചെക്കപ്പ് ചെയ്തു. Then a big report given to me. എന്റെ കയ്യിൽ ഒരു വലിയ റിപ്പോർട്ട് ഇങ്ങനെ ലഭിച്ചു. Rheumatoid arthritis with osteoporosis. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് Osteoporosis. തമ്പിക്ക് പേര് കൂടെ വര മാട്ടീங்க. Okay, osteoporosis. All big names. ഓസ്റ്റിയോപ്രോസസോട് കൂടെയുള്ള രോഗം. That means my bones are all getting eaten up. Okay. എന്റെ ശരീരം വളരെ എല്ലുകളെല്ലാം Arthritis and rheumatism എല്ലാം all come into my body. എല്ലാത്തരം രോഗങ്ങളും എന്റെ ശരീരത്തിലേക്ക് വന്നു. I'm sitting in the bus and coming home. ഞാൻ ബസ്സിലിരുന്ന് എന്റെ ഭവനത്തിലേക്ക് വരികയാണ്. I'm not bothered about this, only this. എന്റെ കയ്യിലിരിക്കുന്ന വചനം ഓർത്ത് എനിക്ക് ഭാരമില്ല. റിപ്പോർട്ട് ഓർത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. Doctor's report. ഇതെല്ലാം ഡോക്ടറുടെ റിപ്പോർട്ടാണ്. And lifetime I must take some medicines. എന്റെ ജീവിതകാലം മുഴുവനും ഇനി ഞാൻ ഗുളിക കഴിക്കണമല്ലോ. When I came home, I am opening my gate of my house. ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ വീടിന്റെ വാതിൽക്കലെത്തി ഗേറ്റ് തുറക്കുന്ന സമയത്ത് Holy Spirit is telling one question. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒരു ചോദ്യം ഉന്നയിച്ചു. Whose report will you believe? ആരുടെ റിപ്പോർട്ടായിരിക്കും നീ വിശ്വസിക്കാൻ പോകുന്നത്? Will you believe this report or this report? നിന്റെ കയ്യിലിരിക്കുന്ന വചനം പറയുന്ന റിപ്പോർട്ട് വിശ്വസിക്കുമോ അതോ ഡോക്ടർ പറയുന്ന റിപ്പോർട്ട് വിശ്വസിക്കുമോ? What a big question. അതൊരു വലിയ ചോദ്യമായിരുന്നു. My husband came from office. He said, what happened? എന്റെ ഭർത്താവ് ഓഫീസിൽ നിന്ന് കടന്നു വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത്? What did the doctor say? എന്താ ഡോക്ടർ പറഞ്ഞത്? I said, wait. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കുക. I have to reply God one question now. ഞാൻ ദൈവത്തിൽ നിന്നുള്ളൊരു ചോദ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. Do I believe this one or do I believe this one? ഞാൻ ഡോക്ടറിന്റെ റിപ്പോർട്ടിനെ വിശ്വസിക്കുന്നുവോ വചനം വിശ്വസിക്കുന്നുവോ? I said, don't buy any medicines now. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഗുളികകൾ എടുക്കത്തില്ല. Because I must reply my God. കാരണം എനിക്ക് ദൈവത്തോട് മറുപടി So പറയാനുണ്ട്. that night after they all went to bed, എല്ലാവരും അന്ന് രാത്രി അവരുടെ ബെഡിൽ പോയതിനു ശേഷം God told me, find out what the Bible teaches about bones. ദൈവവചനം എല്ലിനെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന് എന്ത് പരിശോധിക്കാൻ പറഞ്ഞു. So I kept a concordance and went through the bones from Genesis to Revelation. ഞാൻ എന്റെ കൺകോർഡൻസ് എടുത്തു വെച്ച് ഒത്തുവാക്യം എടുത്ത് സംഗ്രഹം എടുത്തു വെച്ച്
ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് വരെ എന്താണ് എല്ലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് And ശ്രദ്ധിച്ചു. I realized I'm already healed by the stripes of Jesus. അത് വായിച്ചപ്പോൾ Hallelujah. എനിക്ക് മനസ്സിലായി യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം വന്നിരിക്കുന്നവളാണ്. And Ephesians 5:30. എഫേസ്യ ലേഖനം 5:13 I am bone of his bone ഞാൻ അവനാൽ ജനിക്കപ്പെട്ടവളാണ്, and I am flesh of his flesh. ഞാൻ അവന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ്, അസ്ഥിയിൽ നിന്ന് Every അസ്ഥിയും. day I say that. ഞാൻ ഓരോ ദിവസവും അത് പറയുവാൻ തുടങ്ങി. All the pain has disappeared. എന്റെ ശരീരത്തിൽ നിന്ന് സകല രോഗവും മാറിപ്പോയി. I am running around the town. ഞാനിപ്പോ ടൗൺ വഴി ഓടി നടക്കും. I am running around India. ഞാൻ ഭാരതം മുഴുവൻ ഓടി നടക്കും. I am running around the world. ഞാൻ ലോകം മുഴുവനും ഓടി നടക്കുന്നു. Not because Nirupa is great. അത് നിരുപമയുടെ വലിയ മഹത്വം കൊണ്ടല്ല. God's word is settled forever in heaven. ഈ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. What is finished on the cross is finished. ക്രൂശിൽ വെച്ച് അവൻ നിവർത്തിച്ചത് നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. One of the words, 7 words he spoke on the cross, one of the words is, it is finished. അവൻ ക്രൂശിൽ പറഞ്ഞ 7 മൊഴികളിൽ ഒരു മൊഴി ഇങ്ങനെയാണ്, അത് നിവർത്തിച്ചിരിക്കുന്നു. Can you all say that in Malayalam? അത് നിങ്ങൾക്ക് ഒരു എന്നോട് പുറകെ മലയാളത്തിൽ ഒന്ന് പറയാമോ? Put the Bible up. ബൈബിൾ ഒന്ന് പൊക്കിപ്പിടിച്ച് പറ. Look at the cross. ക്രൂശിലേക്ക് ഒന്ന് നിന്റെ ദർശനം നോക്കിയിട്ട് പറ. Whatever you're going through, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എന്ത് പ്രശ്നമായിക്കോട്ടെ, say it is finished. അതെങ്ങനെ പറയാ? അത് നിവർത്തിച്ചിരിക്കുന്നു. You have to open your mouth and speak it. നിങ്ങൾ വാ തുറന്നത് പറയണം. All of you open your mouth and speak it. അത് വാ തുറന്ന് എല്ലാവരും പറ. It is finished. അത് സംഭവിച്ചിരിക്കുന്നു. It is finished. അത് സംഭവിച്ചിരിക്കുന്നു. Your heart problem, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രശ്നം, liver problem, നിങ്ങളുടെ കരളിന്റെ പ്രശ്നം, bone problem, എല്ലിന്റെ പ്രശ്നം, cancer problem, ക്യാൻസറിന്റെ പ്രശ്നം, high blood pressure, ഹൈ ബിപിയുടെ പ്രശ്നം, diabetes, നിങ്ങളുടെ ഡയബറ്റിക്കിന്റെ പ്രശ്നം, let it be anything. അതെന്തുമായിക്കോട്ടെ, Jesus bore it all. അത് സകലവും യേശു വഹിച്ചു കഴിഞ്ഞു. We are not believing it. നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്തത് That മാത്രമാണ്. is why we are suffering. അതുകൊണ്ട് മാത്രമാണ് ഇന്നും പീഡിപ്പിക്കപ്പെടുന്നത്. But 3rd of January, എന്നാൽ ഈ ജനുവരി 3-ാം തീയതി just tell the Lord, യേശുവിനോട് ഇങ്ങനെയൊന്ന് പറ, forgive my unbelief, Lord. കർത്താവേ എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. I'm going to believe the word of God. ഞാൻ തിരുവചനത്തെ വിശ്വസിക്കാൻ തയ്യാറാവുകയാ. What is written is written. ഇത് എഴുതിയതാണ്. What is written is written. ഇതിൽ എഴുതിയിരിക്കുന്നത് എഴുതിയതാണ്. Nobody can change it. അതൊരുത്തനും മാറ്റാൻ സാധിക്കത്തില്ല. Satan is fighting this. ഈ വചനത്തിന് വിരുദ്ധമായി സാത്താൻ പോരാടും. He will tell you a lot of lies. അവൻ ഒത്തിരി വ്യാജം നിങ്ങളുടെ ഉള്ളിൽ പറയും. His name is liar. അവന്റെ പേര് തന്നെ വ്യാജാത്മാവെന്ന. He's a liar. അവൻ വ്യാജം പറയുന്നവനാ. Father of lies. അവൻ ഭോഷ്കിന്റെ പിതാവാകുന്നു. Can only speak lies. അവൻ കള്ളമല്ലാതെ ഒന്നും പറയത്തില്ല. But unless you have the word in your heart, എന്നാൽ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കാത്തിടത്തോളം കാലം you don't have to shout. നിങ്ങൾക്ക് ഒച്ച വെക്കേണ്ട ആവശ്യമില്ല. It is written. അത് സംഭവിച്ചു കഴിഞ്ഞു. All my children are taught of the Lord. Great shall be the peace of my children. എന്റെ മക്കളെല്ലാവരും ദൈവ മക്കൾ എന്നറിയപ്പെടും. അവരുടെ സമാധാനം വലുതായിരിക്കും. It is written. അത് എഴുതിയിരിക്കുന്നു. I am healed by the stripes of Jesus. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. It is written. എങ്ങനെ എഴുതിയിട്ടുണ്ട്? God has not given spirit of fear. ദൈവം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, Power, love and sound mind. സ്നേഹത്തിന്റെയും ശക്തിയുടെയും സൗമ്യതയുടെയും ആത്മാവിനെയാണ്. You have to believe it. അത് വിശ്വസിച്ചാൽ മാത്രം മതി. The heart of unbelief is turning away from the living God. അവിശ്വാസമുള്ള ഹൃദയമാണ് ദൈവവചനത്തെ നമ്മളെ അകറ്റി കളയുന്നത്. Hebrews 3:12. I want you all to read it. എബ്രായ ലേഖനം 3:12 നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Because we think we don't have unbelief. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അവിശ്വാസം ഇല്ലെന്നാണ്. But if you really believe this, you'll be the most happy person. എന്നാൽ നിങ്ങൾ ഈ വചനത്തെ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കും ലോകത്തിലേക്കും ഏറ്റവും സന്തോഷമുള്ള You know വ്യക്തി. why? എന്തോന്നറിയാമോ? This word can never change. ഈ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. Okay, shall we all read that Hebrews 3:12? എബ്രായ ലേഖനം 3:12 ഒന്ന് വായിക്കാമോ? Read it loudly with him. Start. സഹോദരന്മാരെ, Sagodranmare. Sorry, He's sorry. not talking to people on the road. Sorry. He's talking to believers. Not to the people who are simply they are going to temple or Sabarimalai. He's talking to us. സഹോദരന്മാരെ, Ah. ജീവനുള്ള ദൈവത്തെ All read it.
ജീവനുള്ള ദൈവത്തെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേ. Please memorize that one verse today. ആ വാക്യം നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം. You must memorize it. അതെല്ലാവരും നിങ്ങൾ കാണാതെ പഠിക്കണം. Because the devil's work started in the Garden of Eden. സാത്താന്റെ പ്രവൃത്തി ഏദൻ തോട്ടത്തിൽ ആരംഭിക്കുകയായിരുന്നു. He went to Eve. അവൻ ഹവ്വയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. Put one doubt into her heart. അവളുടെ ഹൃദയത്തിൽ ഒരു സംശയത്തിന്റെ വിത്ത് പാകി. Did God say ദൈവം അത് പറഞ്ഞോ that you should not touch all the trees? നിങ്ങൾ സകല വൃക്ഷവും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? Did God say you are healed by the stripes of Jesus? യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായെന്ന് ദൈവം പറഞ്ഞോ? See how much you are suffering? നീ എന്തുമാത്രം കഷ്ടം അനുഭവിക്കുന്നുണ്ട്? Are you really healed? നീ യഥാർത്ഥത്തിൽ സൗഖ്യമായോ? He'll put doubt into us. അവനെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ സംശയങ്ങളിടും. Don't give room to him. അവൻ ഇടം കൊടുക്കരുത്. From 2013 January 3. 2013 ജനുവരി 3-ാം തീയതി All of us sitting here. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും I want you to rejoice that God's word is settled forever. ദൈവത്തിന്റെ വചനം സ്ഥിരമായിട്ട് എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് നാം സന്തോഷിക്കണം. He's coming back for us. അവൻ നമുക്ക് വേണ്ടി മടങ്ങി വരാൻ He's പോവുകയാണ്. coming back for us. അവൻ നമുക്ക് വേണ്ടി തിരികെ വരാൻ പോവുകയാണ്. And you have to be ready. നാം തയ്യാറായിരുന്നാൽ മതി. And so this list of sins are here. ഇവിടെ എഴുതിയിരിപ്പെടുന്ന ഞാൻ വായിച്ച പാപങ്ങളുടെ ഒരു ലിസ്റ്റ്. I have the sheet only in English. എന്റെ കയ്യിൽ ഇത് ഇംഗ്ലീഷിൽ മാത്രമേ ഷീറ്റ് ഉള്ളൂ. Maybe they can take more copies. I have a few copies. Those who really can read English after the meeting, take this kind of a sheet from me. Yeah. Study it, teach others. Most important to keep is your heart. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇതിന് ശേഷം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഇത് മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് നമ്മളുടെ ഹൃദയമാണ്. All close your Bibles. എല്ലാവരും അവരുടെ ബൈബിൾ അടച്ചു I'm വെക്കണം. going to ask you a reference of a verse. ഞാൻ നിങ്ങളോടൊരു വചനത്തിന്റെ റഫറൻസ് ചോദിക്കാൻ പോവുകയാണ്. You must know it correctly. നിങ്ങൾ എല്ലാവരും അത് ശരിക്കും അറിഞ്ഞിരിക്കണം. If you know it, stand up. അറിയാമെങ്കിൽ എഴുന്നേറ്റിരിക്കുക. Okay? Okay. Keep your heart with all diligence, for out of it are the issues of life. നിങ്ങളുടെ ഹൃദയത്തെ എല്ലാ സകല വിശുദ്ധിയോടും കാത്തുകൊള്ളുക, അതിൽ നിന്നല്ലോ issues of life. അതിൽ നിന്നല്ലോ ജീവന്റെ ഉറവുകൾ പുറപ്പെടുന്നത്. Keep your heart with all diligence. Anybody know? നിങ്ങളുടെ ഹൃദയത്തെ No looking സകല at the Bible. No looking at the Bible. If you know, stand up. അറിയാവുന്നവർ എഴുന്നേൽക്കുക. I've heard it. Keep your heart, not your husband's heart. നിങ്ങളുടെ Not ഭർത്താവിന്റെ anybody ഹൃദയമല്ല, else's heart. വേറൊരാളുടെ Keep ഹൃദയം. your heart with all diligence, for out of it are the issues of life. Anybody knows it? Have you heard of it? No discussions. I've got a small gift. No discussion, no discussion. You know, you stand. Don't ask me a question. Huh? People ask. If you know, you stand. And you have to come and tell the reference. I was asking what was the question. The question is, do you know the reference to this verse? Keep your heart, keep your heart with all diligence, for out of it are the issues of life. നിങ്ങളുടെ ഹൃദയത്തെ എല്ലാ സകല ജാഗ്രതയോടും കാത്തുകൊള്ളുക, അതിൽ നിന്നല്ലോ ജീവന്റെ ഉറവുകൾ പുറപ്പെടുന്നത്. This is the theme verse I want to read it for. She's ready to tell it. Somebody there. Nobody knows. Sabapati. She told. Andy. She is telling Ecclesiastical 3:2. Ecclesiastical 3:2. Wrong. Okay. Wait. If you know, come here. No? Bold. Right, wrong. ഞാൻ അവിടെ ഒരു അമ്മച്ചി എഴുന്നേറ്റ്. Hope she didn't see the Bible. Huh? Nobody should open the Bible. I've got a small ആരും gift. ബൈബിൾ തുറക്കരുത്. I got really a gift for you all.
I brought Malayalam gift for you. Malayalam. Nobody? ഉമ്മച്ചിയൊക്കെ അറിയാവോ? ഏതാ? സദൃശവാക്യം എന്തോ ഷെറിനെ അത്? 8:2. Okay, sorry. Proverbs 8:2. The one I am saying is different. ഞാൻ പറയുന്നു. Okay, now the game is over. I'm taking my gift back to Madras. കളി തീർന്നു, എന്റെ ഗിഫ്റ്റ് ഞാൻ തിരിച്ചു കൊണ്ടുപോവുക. Oh, I thought you all will be all jumping and answering me. ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും ചാടി എഴുന്നേറ്റ് ഉത്തരം പറയുകയാണ്. Okay, open your Bible. Proverbs 4:23. You said Proverbs. സദൃശവാക്യം 4:23. Okay. She said Proverbs. I said സദൃശവാക്യം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു സമ്മാനം കിട്ടുന്നുണ്ട്. Okay. They all said Proverbs. They didn't say the chapter or the verse. So just to encourage them, they are sitting on the stage now. Make them happy. സദൃശവാക്യം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു Okay, ഒരു all ഒരു open സമ്മാനം. your Bible. എല്ലാവരും അവരുടെ ബൈബിൾ തുറക്കുമോ? The second verse you must memorize is this. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാതെ പഠിക്കേണ്ട രണ്ടാമത്തെ വാക്യം ഇതാണ്. With the reference. അത് അതിന്റെ റഫറൻസോട് കൂടി പഠിക്കണം. They are saying Proverbs means Kottayam. What's the address? Kottayam. പ്രോവബ്സ് എന്ന് സദൃശവാക്യം എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വീടിന്റെ വിലാസം ചോദിക്കുകയാണെങ്കിൽ കോട്ടയം എന്ന് മാത്രം പറയുന്നത് പോലെ. You must say the street. നിങ്ങൾക്ക് അതിന്റെ തെരുവ് പറയണം. Chapter. അതിന്റെ വഴി പറയണം. House number. വീടിന്റെ നമ്പർ പറയണം. Proverbs 4:23. Everybody say. സദൃശവാക്യം 4:23. Okay, I'm going to finish now. Just say this together. Proverbs. എല്ലാവരും ഒന്ന് ചേർന്ന് Everybody, പറയാം. എല്ലാവരും say ചേർന്ന് loudly. പറയാം. സദൃശവാക്യം 4:23. Read it now. സകല ജാഗ്രതയോടും കൂടി ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. Whose heart? ആരുടെ ഹൃദയം? Put your hand on your heart and say, my heart. നിങ്ങളുടെ കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പറ, എന്റെ ഹൃദയം. Because Jesus said, യേശു ഇങ്ങനെ പറഞ്ഞു, out of the abundance of your heart, your mouth is speaking. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നിങ്ങളുടെ വായ് സംസാരിക്കുന്നത്. So it's very, very easy to speak lies. ഈ ഹൃദയത്തിൽ നിന്ന് കള്ളം സംസാരിക്കാൻ വലിയ എളുപ്പമാണ്. You pretend. നിങ്ങൾക്ക് അഭിനയിക്കാൻ എളുപ്പമാണ്. But God is looking at our heart. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നോക്കുന്നു. Matthew 5:8, what did he say? മത്തായി സുവിശേഷം 5:8 എന്ത് പറയുന്നു? Blessed are the pure in heart, for they shall see God. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Not because we are in IPC. നിങ്ങൾ IPCയിൽ ആയതുകൊണ്ടല്ല. Not because I'm in ACA. ഞാൻ ACAയിൽ ആയതുകൊണ്ടുമല്ല. Not because I'm wearing a white sari. ഞാൻ വെള്ള സാരി ഉടുത്തതുകൊണ്ടുമല്ല. Not because I'm not wearing jewels. ഞാൻ ആഭരണങ്ങൾ ഇടാത്തത് കൊണ്ടുമല്ല. Blessed are the pure in heart. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. Even the gentlemen there, blessed are the pure in heart. അവിടെ ഏറ്റവും ഇരിക്കുന്ന സഹോദരന്മാരെ കൂടി നിങ്ങൾ ഹൃദയ ശുദ്ധിയുള്ളവരാണെങ്കിൽ, However many years you're a believer. നിങ്ങൾ എത്ര നാളുകളായിട്ട് വിശ്വാസിയാണെന്നുള്ളതല്ല. However many years you're a pastor. നിങ്ങൾ എത്ര നാളുകളായിട്ട് ഒരു പാസ്റ്റർ ആണെന്നുള്ളതുമല്ല. However many years you're pastor's wives. നിങ്ങൾ എത്ര നാളുകളായിട്ട് പാസ്റ്ററുടെ ഭാര്യയാണെന്നുള്ളതുമല്ല. That is not the account there. അവിടെ കൊടുക്കേണ്ട കണക്കതല്ല. Blessed are the pure in heart. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, They shall see God. അവർ ദൈവത്തെ കാണും. If Jesus comes today, യേശു ഇന്ന് വരികയാണെങ്കിൽ it's not what I'm doing on the outside. ദൈവം ഒരിക്കലും പുറമേ ഉള്ളതല്ല നോക്കുന്നത്. It's my heart. അവൻ എന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. Have I set it right with God? ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നേരെയാണോ നിൽക്കുന്നത്? Have I set it right with everybody? ഞാൻ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ സ്ഥിരതയുള്ളവനാണോ? The Bible says, ദൈവവചനം ഇങ്ങനെ പറയുന്നു, if you cannot love people you can see, you cannot love God whom you cannot see. നിങ്ങൾക്ക് കാണപ്പെടുന്ന സഹോദരന്മാരെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാതിരിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? He said you're a liar.
ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വ്യാജമുള്ളവരാണ്. All liars go to hell. സകല വ്യാജന്മാരും നരകത്തിൽ തന്നെ പോകും. So we can't cheat God. ദൈവത്തെ ഒരിക്കലും നമുക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. Maybe believers of other churches, are you friendly with them? നിങ്ങൾ ഒരു പക്ഷേ മറ്റ് സഭാ വിഭാഗങ്ങളുള്ളവരുമായിട്ട് നല്ല സ്നേഹിതരായിരിക്കാം. Unsaved believers. ഒരു പക്ഷേ രക്ഷിക്കപ്പെടാത്തവരുമായിട്ട് Are you friendly with them? നിങ്ങൾ അവരുമായിട്ട് നല്ല സ്നേഹബന്ധം പുലർത്തുന്നുണ്ടോ? The Bible says if you cannot love people you can see, you cannot love God whom you cannot see. നിങ്ങൾക്ക് കാണപ്പെടുന്ന വ്യക്തികളെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് വചനം പഠിപ്പിക്കുന്നു. So it's very serious moment now. ഇത് നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ്. January 3rd, ജനുവരി 3-ാം തീയതി 2013. 2013. Keep your heart with all diligence. നിങ്ങളുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുക. You don't have to finish with this. You go home and search your, as King David says, search me, O God, and know my heart. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരിശോധിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ എന്റെ ഹൃദയത്തെ അവിടുന്ന് ഒന്ന് ശോധന ചെയ്യുമാറാകണം. We all close your eyes for a moment. എല്ലാവരും അവരുടെ കണ്ണ് ഒരു നിമിഷം അടയ്ക്കുമോ? കണ്ണുകളെ അടയ്ക്കും. Please don't be talking to each other. മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. Just you and God. നിങ്ങളും ദൈവവും മാത്രം. Always we want promises for the year. നമുക്കെല്ലാവർക്കും ഓരോ പുതുവർഷത്തിലും വാഗ്ദത്തങ്ങൾ ആവശ്യമാണ്. But today God says, I'm giving you a command for the year. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് ഇടപെടുന്നത്, ഞാൻ ഈ വർഷത്തേക്ക് നിനക്കൊരു കൽപ്പന നൽകി തരികയാണ്. If you love me, you will obey this commandment. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഈ കൽപ്പനയെ നീ അനുസരിക്കുക തന്നെ ചെയ്യും. Till today, however we have lived. ഇന്നേ ദിവസം വരെ നീ എങ്ങനെയായിരുന്നു ജീവിച്ചത്? But today God says, എന്നാൽ ഇന്ന് ദൈവം നിന്നോട് അരുളി ചെയ്യുന്നു, this is the day. ഇതാകുന്നു ദിവസം. You make a commitment to God. ഇന്ന് നീ ദൈവവുമായിട്ട് ഒരു I am going തീരുമാനത്തിലേക്ക് to എത്താം. keep my heart with all diligence from this day. ഇന്ന് മുതൽ ഞാൻ എന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടി If കാത്തുകൊള്ളും. there's anything to set right, confess and forsake it. ഏതെങ്കിലും കാര്യത്തിൽ നേരെയാകണമെന്നുണ്ടെങ്കിൽ അനുദപിച്ച് അതിനെ ഉപേക്ഷിക്കുക. Don't give excuses to God. Confess and forsake it. ദൈവസന്നിധിയിൽ ഒഴിവ് കഴിവ് പറയരുത്. ക്ഷമ ചോദിച്ച് ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുക. And start this 2013 with this fear of God. I'm going to keep my heart with all diligence. 2013 ഈ ഭയത്തോടുകൂടി ഒന്ന് കാത്തുകൊള്ളാം. ഞാൻ എൻ്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടി സൂക്ഷിക്കും. Because he is coming back. കാരണം അവൻ മടങ്ങി വരുവാൻ സമയമായി. Jesus is coming back. യേശു മടങ്ങി വരുവാൻ കാലമായി. I want to make a commitment from not accepting Christ. We are all believers. Commitment to keep my heart with all diligence. Just stand where you are. I'm going to pray a small prayer and finish. നിങ്ങൾ രക്ഷിക്കപ്പെടുവാനുള്ള ഒരു ആഹ്വാനമല്ല ഞാൻ നൽകുന്നത്. സകല ജാഗ്രതയോടും കൂടി ഹൃദയത്തെ കാത്തുകൊള്ളുമെന്ന് തീരുമാനിക്കുന്നവർ ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. Don't feel shy. Don't think what others will think about you. നിങ്ങൾ ലജ്ജിക്കേണ്ട, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നും വിചാരിക്കേണ്ട. You want God to touch you right now. ഇന്ന് ഈ സമയത്ത് ദൈവം നിങ്ങളെ സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ This ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. 2013, ഈ 2013 January 3, ജനുവരി 3-ാം തീയതി should be an unforgettable day in our lives. ഇത് നമ്മുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കണം. Not because I came. ഞാൻ ഇവിടെ വന്നതുകൊണ്ടല്ല, It is God അത് ദൈവമാണ്. wants us to make us ready for his coming. ദൈവം നമ്മളെ അവന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ When ആഗ്രഹിക്കുന്നു. those on the stage, if you want to commit your life, it's good. We make a decision from 3rd of January. ഈ സ്റ്റേജിലിരിക്കുന്നവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ടത്. And every day in the night, search your heart and go to bed. ഓരോ രാത്രിയിലും നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബെഡിലേക്ക് There are പോകുക. many things we might have made mistakes. Correct it and go to bed. നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്ത ഒത്തിരി തെറ്റുകൾ കാണുമായിരിക്കാം. അതിനെ ഉപേക്ഷിച്ച് രാത്രിയിൽ ബെഡിലേക്ക് പോവുക. Our Father in heaven, we thank you for this 3rd of January. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ജനുവരി 3-ാം തീയതിക്ക് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. We want to commit our lives into your hands. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. As servants of God,
കർത്താവേ അങ്ങയുടെ വേലക്കാരായ, as wives, കർത്താവേ ഭാര്യമാരായ, as mothers, അമ്മമാരായ, as mothers-in-law, അമ്മായിയമ്മമാരായ, as daughters-in-law, മരുമക്കളായ, as sons and daughters. കർത്താവേ മക്കളും We want to മരുമക്കളുമായ, say, Lord, this day forth, we want to keep our heart with all diligence. കർത്താവേ ഇന്ന് പകൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു, സകല ജാഗ്രതയോടും കൂടി ഞങ്ങൾ ഹൃദയത്തെ കാത്തുകൊള്ളും. Till today, what all we have done, which is not right in the sight of God, please forgive us. കർത്താവേ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സത്യമല്ല, ഞങ്ങളോട് ക്ഷമിക്കണമേ. Please cleanse us with the blood of Jesus. കർത്താവേ അങ്ങയുടെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധമാക്കണമേ. If we have to get reconciled with anybody, help us to go and do it. കർത്താവെ ആരെങ്കിലുമായി നിരപ്പ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പോയി നിരപ്പ് പ്രാപിക്കാൻ സഹായിക്കണം. If we have to simply forgive people who hurt us, help us to forgive. കർത്താവെ ഞങ്ങളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Today is the day of salvation. കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് ഒരു രക്ഷയുടെ ദിവസമായി തീരട്ടെ. And an important, oh Lord, decision we are making in our lives. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്ന ദിവസമായി We തീരട്ടെ. thank you, you have dealt with all of us. കർത്താവെ ഞങ്ങളോട് ഓരോരുത്തരോടുമായി സംസാരിച്ചതിനായി സ്തോത്രം. Every wise woman buildeth her house. കർത്താവെ ഓരോ ബുദ്ധിയുള്ള സ്ത്രീയും തന്റെ ഭവനം പണിയുന്നല്ലോ. Every foolish woman breaketh it with her hands. എന്നാൽ ഓരോ ഭോഷത്വം പ്രവർത്തിക്കുന്ന സ്ത്രീയും അത് കൈകളാൽ ഉടച്ചു കളയുന്നു. But today all of us commit ourselves to be wise, building our house on the rock, being hearers and doers of God's word. കർത്താവേ ഇന്ന് പകൽ വിശ്വസ്തരായിട്ട് ബുദ്ധിയുള്ളവരായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളെ പാറമേൽ പണിതുകൊണ്ട് വചനം കേൾക്കുന്നവരായിട്ടും അത് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. Not on the sand, കർത്താവേ അത് മണ്ണിന്മേൽ പണിയുവാനല്ല, but our houses will be on the rock. കർത്താവേ പാറമേൽ ഞങ്ങളുടെ ഭവനങ്ങളെ പണിയുവാൻ സഹായിക്കണം. Hearers and doers of God's word. കർത്താവേ ദൈവവചനത്തെ ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും ആയി തീരുവാൻ ഞങ്ങളെ സഹായിച്ചു. Sprinkle the blood upon everyone in this place. കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ രക്തത്തെ അവിടുന്ന് തളിക്കുമാറാകണം. On my husband and myself also. കർത്താവെ എന്റെ ഭർത്താവിന്റെയും എന്റെയും മേലും അങ്ങയുടെ രക്തത്തെ തളിക്കണം. On all our children. കർത്താവ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും, All our family members. കർത്താവ് ഞങ്ങളുടെ സകല കുടുംബാംഗങ്ങളുടെ മേലും Make us a people ready for your coming. കർത്താവ് ഞങ്ങളുടെ വരവിനായിട്ട് തയ്യാറുള്ളവരായി ഞങ്ങളെ തീർക്കണമേ. Keep our hearts pure. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമുള്ളതാക്കണമേ. So that we can see God when he comes back. അത് നിമിത്തം യേശു മടങ്ങി വരുമ്പോൾ അവനെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. Thank you for this opportunity for given to me to come here. ഇവിടെ കടന്നു വരുവാൻ എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Help us to keep praying for all the people here and they praying for us until we see you face to face. കർത്താവേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർ ഞങ്ങളെ കാണുവോളം ഞങ്ങൾ അങ്ങേ കണ്ടുമുട്ടുവോളം അന്യോന്യം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. In Jesus' precious name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Amen. പുകഴ്ത്തിയേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി പുകഴ്ത്തിയേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി പുകഴ്ത്തി 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 വാഴ്ത്തി പുകഴ്ത്തി 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 വാഴ്ത്തി പുകഴ്ത്തി പുകഴ്ത്തി യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി യേശുവിൻ രാജത്വം നിത്യമേ ആധിപത്യവും സന്തതമാവേ സേവിക്കുമേ ഒരു സന്തതി വർണ്ണിക്കുമേ അവർ നിന്നീതി വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയിൽ ഓർമ്മയെ വർണ്ണിക്കും ഹീനനും
മഹാദയയും കരുണയുമുള്ളോ, കൃപയും ദീർഘക്ഷമയും മഹാദയയും കരുണയുമുള്ളോ, നല്ലവേ അവനെല്ലാവർക്കും താൻ പ്രവർത്തികളോടുമെല്ലാം, നല്ലവേ അവനെല്ലാവർക്കും താൻ പ്രവർത്തികളോടുമെല്ലാം. വന്നിടീൻ വന്നിപ്പീൻ യേശുവിൻ സ്നേഹമാ പാരനാ, വന്നിടീൻ വന്നിപ്പീൻ യേശുവിൻ സ്നേഹമാ പാരനാ, പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി, പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. ആശംസയ്ക്കായി പാസ്റ്റർ എ ടി ജോർജ് സാറിനെ ക്ഷണിച്ചോളൂ. ദൈവത്തിൻ്റെ മഹത്വം. കോട്ടയം നോർത്ത് സൗത്ത് സെൻട്രലിലുള്ള സഹോദരിമാരുടെ ഈ മഹാസമ്മേളനത്തിൽ അവർക്ക് ഒരു വാക്ക് ആശംസ പറയുവാൻ എനിക്കും ലഭിച്ച അവസരത്തെ ഓർത്ത് അവരോടും ദൈവത്തോടും നന്ദിയുള്ളവനാണ്. പ്രിയ ബഹുമാന്യ സഹോദരി നിരുപമ ജബരാജ് വളരെ ഹൃദ്യമായി വശ്യമായി സ്തുത്യർഹമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നതാണ് കുടുംബം. കുടുംബത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഭൂരിപക്ഷ ഘടകമാണ് സഹോദരിമാർ. സഹോദരിമാർ കുടുംബത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ചിരിക്കും അവരുടെ സഭ, അവരുടെ രാജ്യം, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി. നമ്മെ സംബന്ധിച്ചിടത്തോളം കോട്ടയം സെൻറ്ററിൻ്റെ 75ാമത് ആനുവൽ കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ ആരംഭ കാലം മുതൽക്ക് തന്നെ അവിസ്മരണീയമായ പങ്ക് ഇതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാർ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സഹോദരി നിരുപമ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തൻ്റെ പ്രസംഗത്തിൽ കൂടിയായിട്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വിജയജീവിതത്തിന്, കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് തീർച്ചയായിട്ടും അവരുടെ വിളിയെ സംബന്ധിച്ച് അവർക്ക് നല്ല അവബോധ്യമുണ്ടായിരിക്കണം. ദേ ആർ കോൾഡ് ബൈ ഗോഡ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. സർവോപരി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതവും അവർ ബന്ധപ്പെട്ട കുടുംബജീവിതവും തീർച്ചയായിട്ടും അനുഗ്രഹീതമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും they must have religious education. മതപരമായ വിശ്വാസപരമായ വിദ്യാഭ്യാസം അവർക്ക് കൂടിയേ തീരൂ. സഹോദരിയുടെ പ്രസംഗം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ കാര്യമായിട്ട് തിരുവചനം പഠിക്കുകയും പഠിക്കുന്ന കാര്യം പ്രസംഗിക്കുവാനും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള കഴിവ് എല്ലാ സഹോദരിമാർക്കും വേണം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീച്ചിങ് എഫിഷ്യൻസി അവരുടെ കുടുംബത്തിൽ ആരംഭിക്കുന്നു. കുഞ്ഞുങ്ങളോട് അവരെ ശരിയായിട്ട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാ ജീവിതവും മാതൃകാ ജീവിതവും അവിടെ വളരെ അത്യാവശ്യമാണ്. സഹോദരിമാരുടെ ഉദാത്തമായ സ്നേഹം, അവരുടെ ത്യാഗസമ്പന്നത, ഇവയെല്ലാം എപ്പോഴും വളരെ താല്പര്യപൂർവ്വം അനുകമ്പാപൂർവ്വം സന്തോഷത്തോടെ ഓർക്കേണ്ട കാര്യങ്ങളാണ്. അവരെ ഒരുപാട് കാര്യം അവർ ചെയ്യേണ്ട കാര്യം
പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ സഹോദരന്മാരിൽ നിന്നും സഭയിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ട ഒരുപാട് ഉദവികളുണ്ട്. ഏത് പുരുഷനും വിജയപ്രദമായി ശുശ്രൂഷിക്കാൻ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ മസ്റ്റ് ഹാവ് എ സക്സസ്ഫുൾ വുമൺ. ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകൻ, ഒരു ഗൃഹനാഥൻ ഉണ്ടായിരിക്കണമെങ്കിൽ അവരുടെ പുറകിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരിക്കണം. സഹോദരിക്കും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അവളെ സഹായിക്കുന്ന ഒരു ഭർത്താവ്, ഗൃഹനാഥൻ ഉണ്ടായിരിക്കണം. സഹോദരിമാരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ സന്നിധിയും അവർ പ്രയോജനപ്രദമായ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ഗൃഹനാഥന്മാർ വഹിക്കുന്ന പങ്ക് നാം കാര്യമായിട്ട് പരിഗണിക്കുകയും അവർക്ക് വേണ്ടത്ര ഉദവികൾ കൊടുത്ത് അവരെ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ സഭയിൽ നിന്നും, സാധാരണ സഭകളെ അപേക്ഷിച്ച് പെന്തക്കോസ്ത് സഭകളിൽ നമ്മുടെ സഹോദരിമാർക്ക് പാടുവാനും സാക്ഷിപ്പാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയുള്ള അവസരം ഉണ്ട്. പലയിടത്തും അവസരമില്ലാതിരിക്കും. സഹോദരിമാർ മൗനമായിട്ടിരിക്കണമെന്നോ മിണ്ടാതിരിക്കണമെന്നോ പറയുന്ന ദുശാഠ്യങ്ങളൊന്നും നമുക്കില്ല. അവരെ കഴിവത് പ്രോത്സാഹിപ്പിക്കുവാൻ, അവരായിരിക്കുന്ന രംഗത്ത് അവരെ ഉത്സാഹിപ്പിക്കുവാനും അവർക്ക് പ്രചോദനം നൽകുവാനും നമ്മുടെ സഭ തയ്യാറാണ്. നമ്മുടെ സഭ അതിന് തയ്യാറാകുന്നിടത്തോളം സഹോദരിമാരും അവരിൽ നിന്നുള്ള നേട്ടവും അവരിൽ നിന്നുള്ള അനുഗ്രഹവും നമ്മൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ സഭയുടെ വളർച്ചയുടെ നാരായവേരാണ്, നട്ടെല്ലാണ്. ധാരാളം പ്രാർത്ഥിപ്പാൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, നിരന്തരമായി പ്രാർത്ഥിപ്പാൻ, മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ, ഉപവാസത്തോടെ പ്രാർത്ഥിപ്പാൻ ശ്രദ്ധിക്കുന്ന സഹോദരിമാരാണ് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് കാര്യമെന്ന് മനസ്സിലാക്കി അവരെ ആ മണ്ഡലത്തിലും പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പ്രതിബദ്ധതയുടെ കാര്യമുണ്ട്. ഇങ്ങനെ മനോഹരമായ മീറ്റിങ്ങിൽ അനുഗ്രഹീതമായ പ്രസംഗം ചെയ്ത പ്രിയ സഹോദരിയോടും മീറ്റിംഗ് ഇത്രയും വിജയപ്രദമായി നിർവഹിപ്പാൻ ഇതിൽ സഹകരിച്ച എല്ലാ സഹോദരിമാരോടും അവരുടെ കൃത്യ നിർവഹണത്തിൽ കാണിച്ച ശുഷ്കാന്തിയോടുമെല്ലാം സഹോദരന്മാരായ ഞങ്ങൾക്ക്, കർത്തൃദാസന്മാരായ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. നിങ്ങളെ അതിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും ഈ 75-ാം വർഷം ഇനി അടുത്ത ഒരു 75 വർഷത്തേക്കുള്ള ഊർജവും ദർശനവും അതിനുള്ള ഉത്തേജനവും പ്രാപിച്ചുകൊണ്ട് അടുത്ത ഒരു 75 വർഷം കഴിയുമ്പോൾ ഒരു 100-ാം വർഷത്തിൽ ഈ ഇരിക്കുന്നവരിൽ ആരെല്ലാം ഉണ്ടെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. ഞങ്ങളാരും തീർച്ചയായിട്ടും കാണുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നമ്മുടെ തലമുറ ദൈവോന്മുഖമായി വളരുവാൻ, അവരെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയും വളർത്തുവാൻ കുടുംബത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചുള്ള കർത്തവ്യം സഹോദരിമാർക്ക് വളരെ ഉണ്ട്. അതുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയും ഇപ്പോൾ തന്നെ അവരെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തി നാം ഇരിക്കുന്ന ഇടത്ത് നാം വഹിക്കുന്ന തിരുവചനം വഹിപ്പാൻ ഇളം തലമുറയെ പ്രാപ്തരാക്കി ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി സഹോദരി ഒടുവിലായി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ വരവ് സമാഗതമാകുമ്പോൾ നാമും നമ്മുടെ കുടുംബവും കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നാം പ്രതിജ്ഞാബദ്ധരാണ്. പ്രവർത്തിക്കേണ്ടതാണ്, സഹിക്കേണ്ടതാണ്, ത്യാഗസമ്പന്നമായ പ്രവർത്തനം നിർവഹിക്കേണ്ടതാണ് എന്നുള്ള ആശയോടും പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എന്നെ ഈ അവസരം തരുവാൻ അനുവദിച്ചതിലും ക്ഷണിച്ചതിലുള്ള നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങൾക്കെല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും വിജയങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ എങ്ങനെ ഉപസംഹരിക്കും. നന്ദി പ്രകാശനത്തിനായി സിസ്റ്റർ ഗ്രേസമ്മ സാമുവേലിനെ ക്ഷണിച്ചോളൂ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അധ്യക്ഷയായിരുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസിക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്നവർക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എല്ലാവരും പോകാൻ വളരെ തിടുക്കമായി ഇരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മുഖവരെയൊന്നും കൂടാതെ തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലൊരു ചെറിയ വാക്യാംശം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് 25-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ സഹിത്വം ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദേഹിയായി തീർന്ന ആ സഹിത്വം നഷ്ടപ്പെടുത്തി
നമ്മൾ ബൈബിളിൽ ആദ്യോടന്തം അന്ത്യം പരിശോധിച്ചാൽ അനേക ദൈവമക്കൾക്ക് ഈ സാഹിത്യം ലഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ അത് ഉദാഹരണമായിട്ട് ഹവ്വായെ ആദാമിനെ സൃഷ്ടിച്ച ശേഷം കർത്താവ് അവരോടുകൂടി സാഹിത്യം പാലിച്ചു. എന്നാൽ അവരെ പാപം ചെയ്ത് അത് നഷ്ടപ്പെടുത്തിയതായിട്ട് നാം മനസ്സിലാക്കുന്നു. അതുപോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ഇങ്ങനെ പലരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ പുതിയ നിയമകാലത്ത് വന്നപ്പോൾ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ സാഹിത്യം പാലിപ്പാൻ കർത്താവ് നമ്മളോടുകൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി ഞാൻ ആദ്യം വിസ്തരിച്ച് പറയുന്നില്ല, എൻ്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ അധ്യക്ഷയായി ഇവിടെ ഇരിക്കുന്ന മേരി ജേക്കബിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. ഞങ്ങൾ വളരെ വർഷങ്ങൾ കൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയും വളരെ സൗമ്യതയോടും കാര്യപ്രാപ്തിയോടും കൂടെ കർത്താവിൻ്റെ ദാസി നമ്മുടെ സഹോദരിമാരുടെ മധ്യേ പ്രവർത്തിക്കുന്നതിനുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. തുടർന്നും ഈ നോർത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് പുള്ളി സേവനം അനുഷ്ഠിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹപ്രദമായി നമ്മുടെ ഡിസ്ട്രിക്റ്റിന് തീരുവാൻ പ്രാർത്ഥിക്കുകയും ഇന്ന് സഹോദരിയോടുള്ള നന്ദി ഇത്തരുണത്തിൽ ഞാൻ പറയുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ ശരിയായിട്ട് നന്ദി അർഹിക്കുന്ന നമ്മുടെ ഇന്ന് ഇവിടെ പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസി നിരുപമ ജപരാജാണല്ലോ. വളരെ ആധികാരികമായി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസി സംസാരിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിനായിട്ട് സമർപ്പിക്കുന്നവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെയുള്ള മുഖ്യ സഹോദരിമാരും എല്ലാവരും അത് എഴുന്നേൽക്കുന്നതായി കണ്ടു. അങ്ങനെ നമ്മൾ സകല ജാഗ്രതയോടും കൂടി നമ്മുടെ ഹൃദയത്തെ കാത്തുകൊണ്ടാൽ ആ കർത്താവിൻ്റെ സഹിതം എപ്പോഴും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ കർത്താവിൻ്റെ സഹിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് താൻ ഇരിക്കും പോലെ തന്നെ നമ്മളും ആകുമെന്നാണല്ലോ കർത്താവിൻ്റെ സുവിശേഷത്തിൽ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ ആകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊണ്ട് ആ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. വളരെ ആധികാരികമായി വളരെ ലഘുവായ വിധത്തിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം കർത്താവിൻ്റെ ദാസി ആ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചല്ലോ. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദാസിയോടുള്ള നന്ദി ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാഷാന്തരം ചെയ്ത സ്റ്റാൻലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സഹോദരിമാർക്കും എല്ലാം മനസ്സിലാകത്തക്ക വിധത്തിൽ അത് ഭാഷാന്തരം ചെയ്ത് നമ്മളെ കേൾപ്പിച്ച് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി നന്ദി പറയണമെന്ന് പറയാൻ നമ്മളെല്ലാമാണ് ഇതിൻ്റെ എല്ലാ ആളുകളെ ഇവിടെ പാട്ടുപാടി നമ്മളെ വളരെയധികം സന്തോഷകരമായി പാട്ട് അവതരിപ്പിച്ച സഹോദരിമാരെല്ലാം ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പിന്നെ അതുപോലെ പ്രാർത്ഥനാ സങ്കീർത്തനമാരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ചിരുന്ന എല്ലാവരോടും ഞാൻ ഈ നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെ സഹോദരി സ്മാരത്തിൻ്റെ പേരിലാണ് ഞാൻ നന്ദിയെല്ലാം അറിയിക്കുന്നത്. കൂടാതെ ദേവദാസന്മാരെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന ജെരി ജോർജ് സാറ് ആശംസ പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ പാസ്റ്റർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെയും സഹോദരിമാരുടെ ഈ പ്രോത്സാഹനം കൊടുക്കുന്നതിൽ എപ്പോഴും ഉത്സുകരാണ്. ഞങ്ങളുടെ മീറ്റിങ്ങൊക്കെയും കൂടുമ്പോൾ ജോർജ് സാറ് ഇതിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഫിലിപ്പ് കുര്യാക്കോസ് പാസ്റ്റർ ഇവരെല്ലാം കടന്നു വരികയും വേണ്ട നിർദ്ദേശങ്ങളും ആലോചനകളും ഒക്കെ പറഞ്ഞു തന്നിരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും ഞാൻ സഹോദരിമാരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഇതിൽ നിന്ന് വിരമിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കൂടിയൊരു കർത്താവ് നമുക്ക് നൽകി. കേട്ടതായിരിക്കും ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന മധ്യാഹ്ന സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ അല്പസമയങ്ങളെ ചിലവഴിപ്പാൻ നൽകിയ നല്ല സാവകാശത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. രാവിലെ സമയം പ്രാർത്ഥിച്ചാരംഭിച്ചതു മുതൽ ഈ യോഗം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും നിയന്ത്രിക്കപ്പെടുവാനും അവിടുന്ന് ഇടയാക്കിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, മനോഹരമായ ഗീതങ്ങളെ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തെ ആദ്യോടന്തം നിയന്ത്രിപ്പാൻ അധ്യക്ഷയായിരുന്ന ഞങ്ങളുടെ ദാസിയെയും ദൈവാത്മാവിലുള്ളത് ഉപയോഗിച്ചതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഏറ്റവും ഹൃദ്യമായിരിക്കുന്ന വചനം ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് അവസരം നൽകിയല്ലോ. അങ്ങയുടെ ദാസിയെ അതിശക്തമായി അവിടുന്ന് ഉപയോഗിച്ചതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കേവലം ഒരു കേൾവി മാത്രമായിട്ടല്ല,
ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കത്തക്കതായിരിക്കുന്ന ഒരു അനുഭവമാക്കി ഈ വചന ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ തീരുവാൻ അവിടെ നിടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വഴികളിലൂടെ ഞങ്ങളുടെ ഉള്ളിൽ വീണതായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ വിത്തുകൾ അത് 30-ആയി 60-ആയി 100-ആയി വിളയുവാൻ തക്കവണ്ണം നല്ല നിലത്തിൻ്റെ അനുഭവമാക്കി തീർക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ സത്യസന്ധതയോടെ തികഞ്ഞ ദൈവവചനത്തിൻ്റെ നിശ്ചയത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന ആത്മീയ പ്രകടനങ്ങൾക്കപ്പുറം ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ ഇന്ന് ഞങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ അവിടെ നിടയാക്കിയല്ലോ. അത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, അങ്ങയുടെ ദാസിയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അയച്ച് അങ്ങയുടെ വേല ചെയ്യിക്കുന്നതിൽ പിന്നെയും അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു സെൻട്രലിലുമുള്ള സഹോദരി സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന, അതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസിമാരെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ലോക്കൽ സഭയിലെയും സഹോദരി സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ നിരയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 100 മടങ്ങ് പ്രതിഫലം നൽകിയതിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിന് താമസമെങ്കിൽ വരുന്ന ഈ ഒരു വർഷക്കാലം കർത്താവിന് വേണ്ടി ഏറെ അധ്വാനിപ്പാൻ, കർത്താവിന്റെ വേലയിൽ ഏറെ പ്രയോജനപ്പെടുവാൻ സഹോദരിമാരെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവെ, കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച വഴിനടന്ന പരിശുദ്ധാത്മാവിൻ സംസർഗവും കൂട്ടായ്മയും നമ്മോട് ഓരോരുത്തരോടും, വിശേഷാൽ സഹോദര സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിന് വരുവോളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ജയന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.